الصلاة والسلام عليك يا سيدي يا رسول الله خذ بأيدينا كلة حيلتنا أدركنا يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله المدد المدد المدد. പ്രിയപ്പെട്ട ഈ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വമായ ഉസ്താദുമാർ, മഹല്ലിലെ കാരണവന്മാർ, സംഘടനയുടെ സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെയൊക്കെ പ്രവർത്തകർ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരും കർമ്മനിരതരുമായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുറെ മുമ്പ് നമ്മൾ നടത്താൻ തീരുമാനിച്ചൊരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നാം നിശ്ചയിച്ചപ്പോ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ ഉയരുകയോ പ്രഖ്യാപനങ്ങൾ വരികയോ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് തീരുമാനിച്ച പരിപാടി സമസ്തക്ക് രാഷ്ട്രീയപരമായി കാഴ്ചപ്പാടുകളുണ്ടെങ്കിലും ഇന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്ന പാരമ്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയിലും സുന്നത്ത് ജമാഅത്ത് വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കുന്നു എന്നതാണ് സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യത്തിന്റെ പവിത്രതയും അതിന്റെ ധന്യതയും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന്റെ സമയമായാൽ പോലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏതാശയമാണോ പറയുന്നത് അല്ലെങ്കിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഏത് കാലഘട്ടത്തിലും വിളിച്ചു പറയാൻ സമസ്തക്ക് സാധിക്കും. ഇതാണ് സമസ്തയും മറ്റു പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം. സമസ്തയുടെ ഈ ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത മുന്നേറ്റമാണ് ഈ നിലയിൽ സമസ്തയെ ശക്തമാക്കുന്നതും ഓരോ പ്രദേശത്തും അതിന്റെ പ്രവർത്തനങ്ങളെ ജനകീയമാക്കുന്നതും. മറ്റു ചില പ്രസ്ഥാനങ്ങൾക്ക്, കൃത്യമായി പറഞ്ഞാൽ ഞാൻ പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനത്തിന് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സ്ഥാനാർത്ഥികൾ മുന്നിലെത്തുമ്പോ പലപ്പോഴും അവർക്ക് പറയാനുള്ളത് പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഒരുപക്ഷെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി മുന്നിൽ വരുമ്പോ അയാളോട് ആദ്യം കൊടുത്ത വാക്ക് ഒരുപക്ഷെ ഇവരുടെ പ്രവർത്തനം കൊണ്ട് അബദ്ധമാകുമെന്ന പേടി വരുമ്പോ മിണ്ടാതിരിക്കും. അത് കഴിഞ്ഞ് ആ സ്ഥാനാർത്ഥി പോയി 5 മിനിറ്റ് കഴിയുമ്പോ അടുത്ത സ്ഥാനാർത്ഥി വരുമ്പോ അവരുടെ മുന്നിലും അതേ വാക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോ അവിടെയും പ്രശ്നമാകുന്നൊരു ഭയമുണ്ടാവും. അങ്ങനെ സ്ഥാനാർത്ഥികളെ കാണുമ്പോ ഭയപ്പെടേണ്ടുന്ന പ്രശ്നം സമസ്തക്കില്ല. കാരണം പാണക്കാട്ടെ പ്രിയപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ സമുദായത്തോട് എന്തു പറഞ്ഞാലും അത് ഏറ്റെടുക്കുന്ന ഒരു കൗമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പിന്തുണക്കുന്നവർ. അതുപോലെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തിന്റെ നേതാവ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്, അവിടുന്ന് രോഗബാധിതനായ ആശുപത്രിയിലാണെന്ന് നിങ്ങൾക്കറിയാം, ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കായ മുഅ്മിനുകൾക്ക് ഇൽമിന്റെ പർദീസ് തുറന്നു വെച്ചു കൊടുക്കുന്ന മദ്രസകളും മഹല്ലുകളുമൊക്കെ ഈ നിലയിൽ സംവിധാനിച്ച് ഇതിന് നേതൃത്വം നൽകുന്ന ഉസ്താദ് ഈ നന്മകളുടെയൊക്കെ ഫലം കൊണ്ട്, ഇവകളുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് ഉസ്താദിന്റെ രോഗം അല്ലാഹു വളരെ എളുപ്പം സുഖപ്രദമാക്കുമാറാവട്ടെ. ആമീൻ. ഈ ചെറുശ്ശേരി ഉസ്താദിന്റെ പ്രഖ്യാപനം കേൾക്കുമ്പോഴേക്ക് അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സമസ്തയും അതിന്റെ വിഭാഗവും അതിന്റെ പ്രവർത്തകരുമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം എന്തെന്ന് പറയേണ്ടതില്ല, മതം എന്തെന്ന് പറയേണ്ടതില്ല, അത് ഈ നേതൃത്വം വ്യവച്ഛേദിച്ച് നൽകിയിട്ടുണ്ടാവും. രണ്ടും കൂട്ടിക്കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം കേരള മുസ്ലിങ്ങൾക്കില്ലേയില്ല. ഇത് ഇന്ന് തുടങ്ങിയതല്ല, ഇന്നലെ തുടങ്ങിയതല്ല, ഇത് ആരംഭിച്ചിട്ട് വർഷങ്ങളേറെയായി. മുസ്ലിം ലീഗിന്റെ പാരമ്പര്യം എന്നാണോ അന്നു മുതൽ പാണക്കാട്ടേക്ക്, അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സയ്യിദുമാരിൽ ശ്രേഷ്ഠനായിരുന്ന ബഹുമാനപ്പെട്ട കൊയിലാണ്ടിയും കോഴിക്കോടും കേന്ദ്രമാക്കി മുസ്ലിം ഉമ്മത്തിന് ഒരു കാലഘട്ടത്തിൽ ദിശാബോധം നൽകുന്നതോടൊപ്പം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്ക് കാരണമായി തീർന്ന ബാഫക്കിത്തങ്ങളിലൂടെ കടന്നുവന്ന ആ പാരമ്പര്യത്തിന്റെ വഴി എന്താണെന്ന് ആരോടും ആരും പറയേണ്ടതില്ല.
അവർ മതത്തിന്റെ, സമൂഹത്തിന്റെ, സംസ്കാരത്തിന്റെ, സാമൂഹിക ഘടനയുടെ, വിശ്വാസത്തിന്റെ, സമസ്തയുടെ എല്ലാറ്റിന്റെയും നേതൃത്വം ഇവരൊക്കെ തന്നെയായിരുന്നു. ചിലർക്ക് അതിലൊക്കെ പ്രശ്നമാണ്. അവർക്ക് സമുദായത്തിൽ അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്താണെന്ന് പറയാൻ ഒരുപക്ഷെ അവർക്ക് സാധിക്കില്ല. മതത്തിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് പറയാൻ അവർക്ക് സാധിക്കില്ല. പണം തരുന്ന അറബി തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് തങ്ങളോടൊപ്പം നിസ്കരിക്കുമ്പോ അവൻ വഹാബിയാണെങ്കിൽ പോലും അവന്റെ പിന്നിൽ നിന്ന് അവൻ ചെയ്യുന്നത് പോലെ അവൻ കൈ എവിടെ കെട്ടുന്നോ അവിടെ കൈകെട്ടി അവൻ ദുആ ചെയ്യാതെ എഴുന്നേറ്റ് പോകുമ്പോ തന്റെ അനുയായികൾക്കിടയിൽ നിന്നാണെങ്കിൽ പോലും എഴുന്നേറ്റ് പോകുന്ന നേതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ അതില്ല. ചെറുശ്ശേരി ഉസ്താദ് വിശ്വസിച്ച ഫിഖ് ഏതാണോ അതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറില്ലാത്തവൻ ഉസ്താദിന്റെ മുന്നിൽ നിന്നാലും പിന്നിൽ നിന്നാലും അവരെ ഒരു രൂപക്ക് പോലും വില കൽപ്പിക്കാതെ ഇറങ്ങി നടക്കുന്ന പാരമ്പര്യമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ചെറിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് വർഷമെടുത്തിട്ടും ഇതൊന്നും കാണാൻ കഴിയാതെ ഒരു പ്രസ്ഥാനം, അബദ്ധത്തിന്റെ പഞ്ചാംഗമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനം ഞാനുണ്ടായിരുന്നതാണെന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഒരുപാട് കാരണങ്ങൾ, പോരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. 1.5 വർഷത്തെ നിരന്തര പഠനങ്ങളും അന്വേഷണങ്ങളും എന്നെ അതിൽ നിന്ന് പിന്തിരിയാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട കച്ചവടം തന്നെയായിരുന്നു. ആ കച്ചവടത്തിൽ ഭാഗവാക്കായിട്ട് അവസാനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദ്റത്തിലെത്തുമ്പോഴുണ്ടാകുന്ന വേദനാജനകമായ ആ ഒറ്റപ്പെടലിനോർത്തപ്പോ ഒരിക്കലും അവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടു. ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോന്നപ്പോ ഏതൊരു നേതൃത്വത്തിന്റെ പേരിൽ, ഏതൊരു ഹബീബിന്റെ പേരിലാണോ കച്ചവടം നടത്തിയത്, ഈ കച്ചവടത്തിന് അവർ കാണിക്കുന്ന അതേ ഹബീബിന്റെ പൗത്ര പരമ്പരയിലെ 40ാമത്തെ തലമുറയിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന കേരള മുസ്ലിങ്ങൾ അവസാന വാക്കായി കാണുന്ന പാണക്കാട്ടെ പ്രിയപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളുടെ സവിധത്തിലെത്താനും അവിടുത്തെ കൈപിടിക്കാനും ആ കൈപിടിച്ച് ബർക്കത്തെടുക്കാനും കഴിഞ്ഞതോടെ എല്ലാം മറക്കാനും എല്ലാം ഒഴിവാക്കാനും എല്ലാ ബന്ധങ്ങളെയും വലിച്ചെറിയാനും അള്ളാഹു എനിക്ക് തൗഫീക്ക് തന്നു. 26 കൊല്ലം ഞാൻ ഒരു കൈ പിടിച്ചിരുന്നു. പലപ്പോഴായി ഞാൻ ആ കൈകൾ പിടിക്കാറുണ്ടായിരുന്നു. ആ കൈകൾ പിടിച്ചപ്പോ ഞാൻ പലപ്പോഴും എത്തിപ്പെട്ടത് ഗുജറാത്തിലായിരുന്നു. മോഡിയുടെ മുന്നിലേക്കാണ് ആ കൈ പിടിച്ചാൽ എത്താറുള്ളത്. അത്തറിന്റെ വാസനയുണ്ടാവും. അത് അത്തർ കൈയിന് പെരട്ടിയാൽ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ഞാനിപ്പോ പെരട്ടിയിട്ടുണ്ട്, എന്റെ കൈ പിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും അത്. പക്ഷെ അതല്ലല്ലോ നിർണയിക്കേണ്ടുന്ന വഴി. അതല്ല. ആ കൈകൾ പിടിച്ചപ്പോ പലപ്പോഴും എത്തിയത് മോഡിയുടെ ഗുജറാത്തിലാണ്. പലപ്പോഴും ഇസ്രയേലിലേക്ക് ഫ്ലൈറ്റ് കയറാനുള്ള വഴിയുണ്ടായി കിട്ടും ആ കൈ പിടിച്ചാൽ. പലപ്പോഴും ഒരു നല്ല കച്ചവടക്കാരുടെ ഇടയിലേക്ക്, റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ഇടയിലേക്ക് പോകാം ആ കൈ പിടിച്ചാൽ. പക്ഷേ പാണക്കാട്ടെ കൈപിടിച്ചപ്പോഴേക്ക് എനിക്ക് ബോധ്യപ്പെട്ടത്, ഞാൻ അനുഭവിച്ചത്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അറിയാതെ മനസ്സ് നടന്നെടുക്കുന്നതായി കാണാൻ കഴിഞ്ഞു. ഹബീബിന്റെ തിരുസവിധത്തിൽ പോയി ഇരിക്കുന്നത് പോലെ അനുഭവപ്പെടാൻ ആ പാണക്കാട്ടെ പ്രിയപ്പെട്ട തങ്ങളുടെ കൈപിടിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞു. ഒരുപാട് വേദികളിൽ ഒപ്പം കൂടാൻ കഴിഞ്ഞപ്പോ ഞാൻ അത്ഭുതത്തോടോർത്തുപോയി. 26 കൊല്ലം കാണാത്ത, ഒരുപാട് കാലം കാണാത്ത ആ ഒരു വലിയ അനുഗ്രഹം ചെറിയ നിമിഷം കൊണ്ട് പാണക്കാട്ട് നിന്ന് ലഭിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേരള മുസ്ലിം ഉമ്മത്ത് എന്തുകൊണ്ടാ പാണക്കാട്ടേക്ക് പ്രവഹിക്കുന്നതെന്ന് മനസ്സിലായത്. കാന്തപുരത്തേക്കുള്ള ദൂരം എനിക്ക് കൂടാൻ തുടങ്ങിയതെന്നാണോ അന്നാണ് എനിക്ക് പാണക്കാട്ടേക്ക് അകലം കുറയാൻ തുടങ്ങിയത്. കാന്തപുരത്തേക്ക് ഞാൻ അടുത്തിരുന്ന കാലത്ത് എനിക്ക് പാണക്കാട്ടേക്കുള്ള വഴി വളരെ അകലെയായിരുന്നു. പക്ഷേ കാന്തപുരത്ത് നിന്ന് ഞാൻ ദൂരം കുറച്ചു വന്ന് വളരെ ദൂരം കൂടിയൊരവസ്ഥയിലേക്ക് വന്നപ്പോ എനിക്ക് പാണക്കാട്ടേക്ക് വഴി എളുപ്പമായി. ആ പാണക്കാട്ടെത്തിയപ്പോഴേക്ക് എനിക്ക് ബോധ്യപ്പെട്ടു, എനിക്ക് കാന്തപുരത്തേക്ക് ഒരു വഴി തുറക്കാൻ പാടില്ല. ആ നാട്ടിലേക്കുള്ള ബസ് കണ്ടാൽ പോലും ഇപ്പൊ കയറണ്ടെന്നുള്ള ചിന്തയിലേക്ക് അള്ളാഹു എത്തിച്ചിരിക്കുന്നു. അതൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു. ഇത് കേൾക്കുമ്പോ എന്റെ പഴയകാല സംഘടനയിലെ സുഹൃത്തുക്കൾ വിദൂരതയിൽ നിന്നെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ നേതാവിന്റെ നാട്ടിന്റെയോ പേരോ കേൾക്കുമ്പോ ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളാരും ചൂടാവണ്ട. അതിന്റെ പേരിൽ വിക്ഷുബ്ധമായിട്ട് കാര്യമില്ല. അതിന്റെ പേരിൽ ക്ഷുഭിത യൗവനങ്ങളായിട്ട് നിങ്ങൾ ചൂടായി സമൂഹത്തിന്റെ ഇടയിൽ പ്രക്ഷുബ്ധമായ അവസ്ഥയുണ്ടാക്കേണ്ട. അല്പം ക്ഷമാശീലരായിരുന്ന് ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ ഒരുപക്ഷെ നാളെ ഇവിടെയുള്ള SKSSFന്റെ പ്രവർത്തകരോട് വന്ന് ചോദിക്കും, ഇന്നലെ കിട്ടിയതുപോലെ ഞങ്ങൾക്കും ഒരു സ്റ്റേജ് കിട്ടിത്തരുമോ, കുറച്ച് ഞങ്ങളും പറയട്ടെ എന്ന് നിങ്ങൾ പറയും, മനസ്സറിഞ്ഞ് ഇത് കേൾക്കാൻ തയ്യാറായാൽ.
ഇപ്പൊ ഞാൻ കൂടുതൽ ഉണ്ടാവാറുള്ളത് കാസർഗോഡ് മംഗലാപുരം ഭാഗത്താണ്. കാരണം എന്റെ നാടുമായിട്ട് കൂടുതൽ അടുത്ത സ്ഥലമാണ്. പക്ഷെ ഞാൻ ആ ഭാഗത്തായതുകൊണ്ട് തന്നെ ഇപ്പൊ പേരോടും എപിയും ആ ഭാഗത്താണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമാണത്. ഞാൻ ഓരോ ദിവസവും പറഞ്ഞു കഴിയുമ്പോൾ അവിടെയുള്ള പണക്കാർ പിരിവിന് പോകുന്ന കാന്തപുരത്തിന്റെ മുന്നിലേക്ക് ഞങ്ങളുടെ 1-2 ആളുകളെ CD ഇട്ട് കൊടുക്കുകയാണ്. ഇസ്മായിൽ സഖാഫി പറയുന്നത്, രാമന്തളി പറയുന്നത് സമസ്തയുടെ പ്രവർത്തകരെ മാറ്റി നിർത്തിയവർ. കാരണം എന്താ? അത് സമസ്തയുടെ ഉറച്ച പ്രവർത്തകരാണ്. ശിഷ്യന്മാർ വന്ന്, കൂടെയുള്ളവർ വന്ന് പറയുമ്പോ അതൊന്ന് കേൾക്കൂ എന്ന് ഒറിജിനൽ കാന്തപുരത്തിന്റെ ശിഷ്യന്മാരായ കാന്തപുരത്തിന് പണം നൽകി, കാന്തപുരത്തിന് സമ്പത്ത് നൽകി, മാസത്തിൽ ലക്ഷങ്ങൾ, 1-2 ലക്ഷം കൊടുക്കുന്ന ഓരോരുത്തരും കാന്തപുരത്തെ വിളിച്ച് പിരിവിന് വിളിച്ച് പോകുമ്പോ കാന്തപുരത്തിന് കാണിച്ചു കൊടുക്കുക, ഉസ്താദെ 2 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് ഇതൊന്ന് കാണണം. അങ്ങനെ കാസർഗോഡ് ഒരു അനുഭവം ഉണ്ടായി. SSF-കാരൻ മറുപടി വെച്ചാൽ ഈ ചോദ്യം ചോദിക്കണം, കാസർഗോഡ് എവിടെയെന്ന് കാണിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അയാളെയും കൂട്ടി നിങ്ങൾ ആ വീട്ടിലേക്ക് പോയി തരാം, അപ്പൊ നിങ്ങൾക്ക് മാറാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ പുതിയൊരു സ്റ്റേജ് കിട്ടാൻ നിങ്ങൾക്ക് വഴിയുണ്ടാവും. ഒരാജി, അയാൾ മർക്കസിനും കാന്തപുരത്തിനും കാരന്തൂരികൾക്കും ഒരുപാട് പണം നൽകിയിരുന്ന ആളാണ്. അയാളുടെ വീട്ടിലേക്ക് പിരിവിന് പോയപ്പോ അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്റെ ഒരു CD ഇട്ട് കൊടുത്തു. എന്നിട്ട് ചോദിച്ചു കാന്തപുരത്തോട്, അല്ല ഉസ്താദെ, പിന്നെ കാന്തപുരത്തോട് ചോദിച്ചിട്ട് കാര്യമില്ല കേട്ടോ. SSF-കാർ ചിലപ്പോൾ കാന്തപുരത്തിന് വിളിച്ചു അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, അയാൾ നിഷേധിക്കും. പക്ഷേ അയാൾ കളവേ പറയുള്ളൂ, അയാൾ കളവേ പറയുള്ളൂ. ഞാൻ അതാ പറയാനും പോകുന്നത്. പക്ഷെ നിങ്ങൾ ഞാൻ പറഞ്ഞ ആളോട് ചോദിക്കുക, അത് കണ്ടുനിന്ന ആ നാട്ടിലെ ആളുകളോട് ചോദിക്കാം. അതിന് സാക്ഷിയായ ഒരു SSF-കാരനെയും ഞാൻ തരും, ഒന്നും പഠിക്കണ്ട നിങ്ങൾ. എന്നിട്ട് ആ കാന്തപുരത്തിന്റെ അനുകൂലിക്കുന്ന അയാളുടെ മുന്നിൽ പോയിട്ട് കാന്തപുരം പിരിവിന് ചോദിച്ചപ്പോ ഈ CD ഇട്ടിട്ട് ചോദിച്ചു, ഉസ്താദ് ഇവൻ പറയുന്നത് സത്യമാണോ? അപ്പോ ഇദ്ദേഹം പറഞ്ഞു, എന്നെ അറിയുന്ന ആളാണ് അയാള്. ഇദ്ദേഹം കാന്തപുരം പറഞ്ഞു, അവൻ എന്തൊക്കെയോ കളവ് പറയാണ്. അപ്പൊ എന്നാ പിന്നെ എന്താ ഉസ്താദെ ഈ പറയുന്ന ഇയാൾ അക്കമിട്ട് എണ്ണി നിരത്തിവെക്കുന്ന ആരോപണങ്ങൾക്ക് എന്താ ഉസ്താദെ മറുപടി പറയാത്തത്? അപ്പൊ മൂപ്പര് പറഞ്ഞു, അതിനൊന്നും മറുപടി പറയുന്നത് നമ്മളെ പണിയല്ല. അപ്പൊ ഇയാൾ ചോദിച്ചു, അല്ല ഉസ്താദെ, നമ്മൾ മറുപടി സമ്മേളനം നടത്താറുണ്ടല്ലോ, അത് മറുപടിക്കല്ലേ, അതിൽ ഇതിനല്ലേ മറുപടി പറയേണ്ടത്? അപ്പൊ ഇയാള് ആകെ അങ്ങോട്ട് കുടുങ്ങി. പത്രക്കാരൻ മുന്നിൽ പറയും പോലെ കളവ് പറയാൻ പ്രവർത്തകന്റെ മുന്നിൽ കഴിയില്ലല്ലോ. മാത്രമല്ല പണക്കാരന്റെ മുന്നിലാണ് മൂപ്പർ എപ്പോഴും തോറ്റുകൊടുക്കുക. വേറെ ആരെടുത്തും കളവ് പറഞ്ഞ് രക്ഷപ്പെടാം, ഇയാളുടെ അടുത്ത് കളവ് പറയാൻ കഴിയില്ല. അപ്പോ ഇയാള് തന്നെ തിരിച്ചു ചോദിച്ചു, അല്ല ഉസ്താദിന് ഈ രാമദലിനെ അറിയില്ലേ എന്ന് വെച്ചു. അപ്പോ ഈ ഓൺലൈനിന്റെ സുഖാണ്, ഇത് ലൈവില്ലേ, ലൈവ് ഉണ്ട്. ഈ ഓൺലൈൻ ഉണ്ടാവുന്ന ഗുണമാണ്. ഇതിപ്പോ നമ്മളെ KICR-ലാണുള്ളത്. ഓൺലൈൻ ഉണ്ടായാൽ ഇങ്ങനെ ഒരുപാട് ആജിയന്മാര് മാറും. അപ്പൊ ഇയാള് ചോദിച്ചു രാമന്തലിന് ഉസ്താദിനെ അറിയില്ലേ? അറിയാം, അവനെനിക്കറിയാം, അവൻ നമ്മുടെ സംഘടനയെ വഞ്ചിച്ചില്ലേ? കാന്തപുരം ചോദിക്കാണ്. അപ്പൊ ഇയാൾ ചോദിച്ചു, അല്ല ഉസ്താദെ, നിങ്ങൾ കുണ്ടൂരിന്ന് പ്രസംഗിക്കുന്നത് ഞാൻ ഓൺലൈനിലൂടെ കേട്ടിരുന്നല്ലോ, രാമന്തളിക്കാരൻ എന്ന വ്യക്തിയെ എനിക്കറിയില്ല. അപ്പൊ സ്റ്റേജിൽ നിങ്ങൾ പറഞ്ഞത് ഒന്നും, ഇപ്പൊ എന്നോട് പറയുന്നത് വേറൊന്നോ. അതിൽ കുടുങ്ങി സാധുവിന്റെ കഷ്ടകാലേ. അപ്പൊ ഇയാള് അവസാനം മൂപ്പര് വല്ലാതെ സംസാരിക്കണ്ടെന്നുള്ള നിലയിൽ മൂപ്പര് പറഞ്ഞു, എന്തു തന്നെയായാലും ബോംബെയിലെ മുടിയെക്കുറിച്ച് ഇപ്പൊ എനിക്ക് വല്ലാതെ സംശയം ഉണ്ടായിട്ടുണ്ട്. ഉസ്താദ് പറഞ്ഞാൽ തീരാ മാത്രമുള്ള പ്രശ്നം, പക്ഷെ എനിക്ക് സംശയം ഉണ്ടായിട്ടുണ്ട്. ഈ രാമന്തലിന്റെ പ്രസംഗമാണ് അതിന്റെ കാരണം. കാരണം നമ്മൾ ഒരുപാട് കാലം നമ്മളെ ഭയങ്കരാണ് എന്നൊക്കെ പറഞ്ഞല്ലേ നമ്മൾ കൊണ്ടുനടന്നത്. അപ്പോ മൂപ്പര് പേരോടിന്റെ അടവ് അങ്ങോട്ട് പയറ്റി. പേരോടാണ് തുടങ്ങിയത് അത്. അയാൾ ഒരു CD കച്ചവടക്കാരനല്ലേ രാമന്തളി എന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ ചോദിച്ചു, ഹൈക്കോടതിയിൽ നമ്മളെ പള്ളിന്റെ പ്രശ്നത്തിൽ CD കച്ചവടക്കാരനെ ആണോ നിങ്ങൾ സാക്ഷിയായും നിങ്ങൾക്ക് അനുകൂലമായും കൊണ്ടുപോയത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ബീഡി കച്ചവടക്കാരും ഒരുപാടില്ലേ, അവരാരെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോയിക്കൂടെ എന്ന് ചോദിച്ചു. ഇയാൾ ആ കുടുങ്ങി. പിന്നെയും ചോദിച്ചു, ഈ ഒരു CD കച്ചവടക്കാരനെ ആണോ സുന്നി മുജാഹിദ് സംവാദങ്ങളിൽ 10 എണ്ണത്തിൽ നിങ്ങൾ മധ്യസ്ഥനാക്കി വെച്ചത്? പിന്നെയും ചോദിച്ചു, ഈ സമസ്തക്കെതിരെ നടന്ന മുടി വിവാദങ്ങളുടെ പേരിൽ നടന്ന 2 സംവാദ വ്യവസ്ഥകളിൽ മധ്യസ്ഥനായിട്ട് അതിലും നിങ്ങൾ പറഞ്ഞയച്ചത് ഇതേ CD കച്ചവടക്കാരനെയാണോ എന്നൊരു ചോദ്യം ചോദിച്ചു. ആകെ കുടുങ്ങിയില്ലേ? സംഭവം CD കച്ചവടക്കാരനാണെന്ന് പറഞ്ഞത് എന്തിനാ? എന്നെ ചെറുതാക്കാനാണ്. ഞാൻ ചോദിക്കുകയാണ്, ഞാൻ വാദത്തിന് സമ്മതിച്ചു തരുന്നു, ഞാനൊരു CD കച്ചവടക്കാരനാണെന്ന്. ഞാനിവിടെയുള്ള AP-കാർക്ക് മാത്രമല്ല SKSF-കാരോടും വാദത്തിന് സമ്മതിക്കുകയാണ്. ക്ലിപ്പാക്കാൻ കഴിയൂല മക്കളെ, വാദത്തിന് നിലുണ്ട്, അതുകൊണ്ട് വന്ന പണി കിട്ടും. ഞാനൊരു CD കച്ചവടക്കാരനാണെന്ന് സമ്മതിക്കാം, കാന്തപുരം വിഭാഗത്തിന്റെ CD കച്ചവടക്കാരനായിരുന്നു എന്നും ഞാൻ സമ്മതിക്കാം. അതിന്റെ ഇടയിൽ ഞാൻ ഒരു വെല്ലുവിളിയും കൂടി നടത്തുന്നുണ്ട്.
എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വേദിയിൽ CD വെക്കാൻ ഞാൻ നടന്നതായി ഒരനുഭവം ഒരു സാക്ഷിയോടൊപ്പം കാണിച്ചു തരാൻ പേരോടിന് സാധിക്കുമോ? എന്നാൽ പേരോട് തലയിൽ പുസ്തകവും വെച്ച് അത് വിൽപ്പന നടത്തിയതിന്റെ തെളിവ് ഞാൻ തരും. വെല്ലുവിളിയായത്. ഞാനൊരു CD വിൽപ്പന നടത്തിയതിന്റെ ഒരു തെളിവ് പോലും നിങ്ങൾക്ക് നൽകാൻ കഴിയില്ലെന്ന് ആ വിൽപ്പന നടത്തിയെന്ന് പറയുന്ന ഞാൻ തന്നെ പറയുന്നു. പക്ഷേ പേരോട് തലശ്ശേരിയിലും പരിസരത്തും തലയിൽ പുസ്തകം വെച്ച് കൊണ്ടുപോയി പുസ്തകങ്ങൾ വിറ്റതിന്റെ തെളിവ് ഞാൻ തരും. വെല്ലുവിളിയായത്. അപ്പൊ ചോദിക്കും, സാക്ഷിയുണ്ടോ? സാക്ഷിയൊന്നും വേണ്ട, പേരോടിന്റെ പ്രസംഗമുണ്ട്, ഞാൻ പുസ്തകം തലയിൽ വെച്ച് കുറെ വിറ്റിട്ടുണ്ട്. പേരോട് തന്നെ പറഞ്ഞതായത്. എന്നാ ഞാൻ പറയട്ടെ, അത് വിൽക്കുന്ന മോശമെന്ന അഭിപ്രായം ഒന്നും ഉണ്ടായിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പൊ മിനിയാന്ന് മംഗലാപുരത്ത് പോയിട്ട് പ്രസംഗിച്ചതായി കേട്ടു ഏതൊരു സഖാഫി. രാമന്തളി ഒരു ആട്ടിടയനായിരുന്നു. ഞാൻ പറഞ്ഞു നല്ല തന്നെയാണ്, നബിമാരൊക്കെ ആട്ടിടയന്മാരായിരുന്നല്ലോ. അപ്പൊ പ്രബോധനത്തിന് പറ്റുന്ന പണിയാണ് ആട്ടിടന്മാരുടെ പണിയെന്ന് നമുക്ക് മുഫസ്സിരീങ്ങളും ഹദീസീങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആ പണി ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ചുകൂടി യോഗ്യനല്ലേ ഞാനാവുക? എന്ത് നിങ്ങൾ പറഞ്ഞാലും കൊടുക്കും, എന്ത് പറഞ്ഞാലും കൊടുക്കും. അപ്പൊ പേരോടെന്ന പുസ്തക കച്ചവടക്കാരനും CD കച്ചവടക്കാരനുമായ കാസറ്റ് കച്ചവടക്കാരനുമായ ഒരു മൗലവിയേക്കാൾ എത്രയോ നല്ല ആളാണ് ഞാൻ, എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ അങ്ങനെ CD കച്ചവടക്കാരനാണെന്ന് പറയുന്ന ആളുകളോട് ഞാൻ വാദത്തിന് സമ്മതിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു CD കച്ചവടക്കാരനായി നിങ്ങൾ അംഗീകരിക്കൂ. എന്ത് CD ആയിരിക്കും ഞാൻ വിറ്റിട്ടുണ്ടാവുക? പേരോടിന്റെയും മേപ്പിന്റെയും പ്രസംഗമായിരിക്കൂലേ? അത് അത്രയും മോശം? CD കച്ചവടക്കാരൻ മോശമാവണമെങ്കിൽ അയാൾ വിറ്റ CD മോശമാവുന്നതുകൊണ്ടല്ലേ? അല്ലാതെ ഇപ്പൊ ഇവിടെ വീഡിയോ കട നടത്തുന്ന ഇത്ര ആളുകളുണ്ട്. എന്തൊക്കെ കടകൾ നടത്തുന്നു? പേരോടിനെ പറ്റി ഞാൻ പറയാണ്, പേരോട് ഐസ്ക്രീം കച്ചവടക്കാരനാ. ഇങ്ങനെ ഉണ്ടാവും? ഇതൊക്കെ പുതിയതാണ്, ആദ്യമായിട്ടാണ് പറയുന്നത്. ഇവിടുന്ന് ഓൺലൈനിലുള്ളതും കൂടിയാ പറയുന്നത്. പേരോട് ഐസ്ക്രീം കച്ചവടക്കാരനാണെന്ന് എനിക്ക് ആരോപണമുണ്ട്. എന്ത്? പേരോട് സമൂസ വെക്കുന്ന ആളാണെന്ന് അഭിപ്രായം ഉണ്ട്. ഇത് വല്ലാഹി ഞാൻ തെളിവ് സഹിതേ ഞാൻ പറയുള്ളൂ. പേരോട് സമൂസ കച്ചവടക്കാരനാണെന്നും പേരോട് ഐസ്ക്രീമിന്റെ ആളാണെന്നും എനിക്ക് അഭിപ്രായമുണ്ട്. കച്ചവടം ചെയ്യുന്ന ആള് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട, കച്ചവടം ഉദ്ദേശിച്ചു. നാളെ അത് ക്ലിപ്പാക്കിയിട്ട് പേരോടിനെതിരെ നിങ്ങൾ തന്നെ പോകണ്ട SSFകാർ. ഞാൻ പറഞ്ഞത് കച്ചവടക്കാരെന്ന് മാത്രമാണ്. അതുപോലെ പേരോട് സമൂസ വെക്കുന്ന ആളാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. പേരോട് ഇവിടുത്തെ ഭാഷ എന്താണെന്നറിയില്ല, ഉണ്ണിയപ്പ കച്ചവടക്കാരനാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഇനി നിങ്ങൾ ചോദിക്കാതെ എങ്ങനെയാണ്? ഇതൊന്നും എന്റെ പേരിൽ ആരോപിക്കാൻ കഴിയില്ല. ഇതെന്താ കാരണം? പേരോട് നല്ലൊരു ബേക്കറി കച്ചവടക്കാരനാണ്. പേരോടിന് കോഴിക്കോട് ബേക്കറി ഉണ്ട്. മോന്റെ പേരിലാന്ന് മാത്രം പണം എണ്ണിക്കൊടുത്തത് ആരുടെ കയ്യിലേക്കാണ് ആ ബേക്കറി വാങ്ങാനെന്നതിന്റെ തെളിവ് ഞാൻ തരും. എന്നിട്ടാണ് ഒരു CD കച്ചവടക്കാരനെ എന്നെയും തെരഞ്ഞെടുക്കുന്നത്, ഐസ്ക്രീം വിറ്റ് നടക്കുന്ന ഈ മനുഷ്യൻ. ഇതൊന്നും മോശമെന്ന് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. ഇതൊക്കെ AP വിഭാഗത്തിന്റെ ആളുകൾക്ക് അവർക്ക് മോശമായി തോന്നാറുണ്ട്. എന്നാ നിങ്ങളെ നേതാക്കൾ പലരെയും കച്ചവടാണിത്. AP അബൂബക്കർ മുസ്ലിയാർ ഒരു കാലഘട്ടത്തിൽ അത്തർ കച്ചവടക്കാരനായിരുന്നു. മൂപ്പർക്ക് മർക്കസ് കോംപ്ലക്സിൽ ഒരു അത്തർ കട ഉണ്ടായിരുന്നു, ഷെയറുള്ളൊരു കട. ഇത് പേരോടും നാദാപുരത്ത് മറ്റൊരു വ്യക്തിയും മാത്രം പാർട്ണർഷിപ്പുള്ള ഒരു ബേക്കറി ഇന്നും കോഴിക്കോടുണ്ടെന്ന് മാത്രമല്ല, കോഴിക്കോട് തിയേറ്ററുകളിൽ ഈ ഐസ്ക്രീം വിൽക്കാൻ വേണ്ടി പേരോടിന്റെ മകൻ പോയിട്ട് ഓരോ തിയേറ്ററിലും ഐസ്ക്രീം കൊണ്ടുകൊടുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യം ഞാൻ ദൃശ്യവൽക്കരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, എന്റെ നേരെ ചൊറിയാൻ വരരുത്, വന്ന നിങ്ങൾ അടപ്പൂരിട്ടേ ഞാൻ വിടുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് മുജീബ് ഫൈസിനെയും നമ്മളെ താരിമിനെയൊക്കെ നിങ്ങൾക്ക് നേരിടാം എന്തെങ്കിലും പറഞ്ഞിട്ട്. കാരണം അവർ സാധുക്കൾ, നിങ്ങളെ കഥ അറിയില്ല. എന്നാൽ ഞാൻ അങ്ങനെ വെറുതെ വിടൂല. ഞാൻ പറഞ്ഞില്ലേ, CD കച്ചവടക്കാരനാണ് രാമന്തളി എന്ന് പറയുന്ന അതേ പേരോടിനോട് ചോദിക്കുന്നു, നിങ്ങൾ സമൂസ കച്ചവടക്കാരനല്ലേ? നിങ്ങൾ ഐസ്ക്രീം കച്ചവടക്കാരനല്ലേ? എന്തിനാ ഇപ്പൊ ഇത് പ്രചരിപ്പിക്കുന്നത്? ഞാൻ സമയം കളയുന്നില്ല. ഇതെന്തിനാ പ്രചരിപ്പിക്കുന്നത്? രാമന്തളി എന്തെങ്കിലും പറഞ്ഞാൽ അത് തെളിവായി പോകും, അത് സ്വീകരിച്ചാൽ ആളുകൾ മാറിപ്പോകുന്നുള്ള പേടി കൊണ്ടല്ലേ? എന്നാ പിന്നെ നിങ്ങൾ ഈ ഉന്നയിക്കുന്ന ഓരോ ആരോപണവും കേൾക്കുമ്പോ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് സുഖമായിട്ട്. മാത്രമല്ല, സമസ്തയുടെ മുൻകാലത്തുള്ള മിനിറ്റ്സ് പരിശോധിച്ചാൽ അതിൽ കാണാൻ സാധിക്കും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒരു പക്ക റിസീവറാണെന്ന് കാണാൻ സാധിക്കും. സമസ്ത ഒന്നായ കാലത്ത് ഇപ്പൊ എഴുതി വെച്ചതല്ല, സമസ്ത ഒന്നായ കാലത്ത് എഴുതി വെച്ചതാണത്.
പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും കാന്തപുരവും ഒക്കെ ഇങ്ങനെ പല ഏർപ്പാടുകൾ നടത്തിയതായി സമസ്തയുടെ മിനിറ്റ്സിൽ തന്നെ കാണാൻ സാധിക്കും. ആരാ റിസീവർ എന്ന് പറഞ്ഞാൽ റിസീവർ മോശമെന്ന അഭിപ്രായം എനിക്കില്ല. എന്നാലും പിരിവെടുത്തു കൊണ്ടുവന്ന് പിരിവിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ കൊണ്ട് ജീവിക്കുന്ന ആള് അങ്ങനെ തന്നെയല്ലേ റിസീവർ എന്ന് പറഞ്ഞാൽ. അതിപ്പോ നല്ല കാര്യത്തിനാണെങ്കിൽ ആ ചെയ്യുന്നൊന്നും തെറ്റെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ AP വിഭാഗം പറയുന്ന അതേ മാനദണ്ഡം വെച്ച് തിരിച്ചു ഞാൻ കൊടുക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു നേതാവിന്റെ അനുയായികളാണ് ഈ പറയുന്നത്. ഇന്ന് ചിലപ്പോൾ റിസീവർ ആയിരിക്കില്ല, സെക്രട്ടറി ആയിരിക്കും. എന്നാൽ അദ്ദേഹം റിസീവർ ആയിരുന്നൊരു കാലഘട്ടമുണ്ട്. ഇതൊക്കെ പേരോടാ പറഞ്ഞു തന്നത്. എന്റെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിങ്ങളുടെ പ്രധാന ശിഷ്യൻ എന്ന് പറയുന്ന ആ മനുഷ്യനെ പോയിട്ട് അദബ് പഠിപ്പിക്കാദ്യം, സംസ്കാരം പഠിപ്പിക്കുക. എന്ത് പറയണമെന്ന് ആദ്യം അയാൾക്ക് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് അത്യാവശ്യം രക്ഷപ്പെടാം. അല്ല പേരോട് വായി തുറന്നാൽ നിങ്ങൾക്ക് കിട്ടും അടി. നിങ്ങളെ നേരെ ജനങ്ങൾ ചാടിക്കയറുക. കാരണം ഇത്രയും ബുദ്ധിയില്ലാത്തൊരു മനുഷ്യനെ പിടിച്ച് എന്തിനാണ് നിങ്ങളെ വലിയ ആളാക്കി വെച്ചതെന്ന് ജനങ്ങൾ ചോദിക്കും. ഇപ്പൊ SSF രണ്ടാമത്തെ കാരണം എന്താ? CD കച്ചവടക്കാരനായ ഒരു രാമന്തളി എന്ന വ്യക്തിയെ പിടിച്ച് SKSSF സ്റ്റേജ് കയറ്റിയതാണ്, പ്രസംഗിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും പ്രസംഗിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ള ഉറപ്പന്നല്ലേ? അതിൽ സംശയമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക്. എന്റെ പോരി, ബാക്കി നമുക്ക് റെഡിയാക്കാം. ഞാൻ മണ്ണാർക്കാട് കിട്ടിയിരുന്നു, ബാക്കി തരാം. CD കച്ചവടക്കാരനെ പിടിച്ചിട്ട് സ്റ്റേജിൽ കൊണ്ടുവന്ന് SKSSF അവരുടെ സ്റ്റേജിൽ ഇരുത്തുന്നു എന്ന് പറയുന്നവരോട് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, കേരളത്തിലെ ഏറ്റവും വലിയ CD കച്ചവടക്കാരനാരാ? പറയൂ നിങ്ങൾ. ആരാ കേരളത്തിലെ ഏറ്റവും വലിയ CD കച്ചവടക്കാരൻ? പേരോടല്ലേ? അല്ലെങ്കിൽ സംശയമുള്ള SSFകാരുണ്ട്, നോക്കിക്കോളൂ. തൊട്ടടുത്ത് നിങ്ങൾ ഏത് സ്ഥലത്ത് പേരോട് വന്നാലും അവിടെ മൂപ്പരെന്താ ചെയ്യാ? മൂപ്പര് തുടങ്ങിയാൽ ഇങ്ങനെ സദസ്സിരിക്കുന്നുണ്ട മൂപ്പർക്ക് ദേഷ്യം വരും. ഇൽമിന്റെ മജ്ലിസ് നന്നാവാൻ വേണ്ടിയല്ല, പിന്നെന്തിനാ? ഇങ്ങനെ ഇരിക്കരുത്, നിങ്ങളുടെ ഇടയിലൂടെ ഒരു വഴി ഇട്ട് കൊടുക്കണം, പിന്നിലൂടെ നടക്കാൻ വഴി ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് പേരോട് അവസാനം പറയും. എന്തിനാണത്? സംഘാടകർക്ക് നിങ്ങൾക്ക് വെള്ളം കൊണ്ടുതരണമെങ്കിൽ സംഘാടകർ നിങ്ങൾക്ക് ഇങ്ങനെ വെള്ളം കൊണ്ടുതരല്ലേ? അതിനൊരു അവസരം വേണ്ടേ? ഇത് കേട്ടാ തോന്നും ഈ മനുഷ്യന്റെ അല്ലോ ജനങ്ങളോടുള്ള സ്നേഹം. എന്നിട്ട് മൂപ്പരിങ്ങനെ പറയും, വല്ല പുസ്തകങ്ങളും നിങ്ങൾക്ക് കൊണ്ടുതരണമെങ്കിൽ. അപ്പോഴും CD പറയില്ല. പിന്നെ മൂന്നാമത് മൂപ്പരുടെ പ്രസംഗത്തിൽ പറയും, CDകളോ മറ്റോ നിങ്ങൾക്ക് വേണമെങ്കിൽ അവർക്ക് നടന്നു വരാനുള്ള സൗകര്യം വേണ്ടേ? SSFകാരാ, എന്റെ കയ്യിലുണ്ട് അതിന്റെ രേഖ. അങ്ങനെയുള്ളൊരു പ്രസംഗം എഡിറ്റ് ചെയ്തിട്ട് നന്നായി ഇറക്കിക്കൂടെ ചങ്ങായിമാരെ? ഇതൊക്കെ ഒഴിവാക്കിക്കൂടെ? ഈ പേരോട് പ്രസംഗിച്ചത് ഇയാളാണ്. കേരളം മുഴുവൻ ഓരോ സ്റ്റേജിലും പോയിട്ട് പറയും, എന്റെ അവിടുത്തെ CD ഇവിടെ ഉണ്ട്, ഇവിടുത്തെ CD അവിടെ ഉണ്ട്, ഇവിടുത്തെയും CD അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്ത് CD മാത്രം 15 മിനിറ്റ് അനൗൺസ് ചെയ്യുന്ന മനുഷ്യൻ, ആ മനുഷ്യനാണ് എനിക്ക് നേരെ പറയുന്നത് CD കച്ചവടക്കാരനാണ്. ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു, നിങ്ങളെ CD ആയിരിക്കുമല്ലോ ഞാൻ വിറ്റിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അത്ര മോശമായ അതിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ, സോറി. എന്ന് ഞാൻ അതോടൊപ്പം പറയട്ടെ, ഈ CD കച്ചവടക്കാരൻ എന്ന് പറഞ്ഞ് എന്നെ ആക്ഷേപിക്കുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നെക്കാൾ വലിയ CD കച്ചവടക്കാരനാ. എന്നിട്ട് അയാൾക്ക് എന്താ നിങ്ങൾ കൊടുത്തത്? അയാളെ പിടിച്ചിട്ട് നിങ്ങളെ മുഷാവറ എന്ന് പറയുന്ന സാധനത്തിന്റെ 9ാമത്തെ 10ാമത്തെ അംഗാക്കി. അതിനേക്കാളും നല്ലല്ലേ സ്റ്റേജിൽ വെറും പ്രഭാഷകനാക്കി മാറ്റിയ തന്നെ? AP വിഭാഗത്തിൽ CD കച്ചവടക്കാരൻ മുഷാവറയിലെ പ്രധാന മെമ്പർ, SKSSFിലെത്തുമ്പോൾ ഒരു പ്രഭാഷകൻ. അതിനെന്താ പ്രശ്നം? ഒരു കച്ചവടക്കാരനെ പ്രഭാഷകനാക്കി എന്നല്ലേ ഉള്ളൂ. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ വെറുതെ ഉന്നയിച്ചിട്ട് ജനങ്ങൾക്കിടയിൽ പരിഹാസ്യരാവുന്നത്? എന്തിനാ ഞാൻ ചോദിക്കുകയാണ്. അതൊരു കാരണമാണോ പറയാൻ പറ്റുന്ന? രാമന്തളിയുടെ പേരിൽ പറയാൻ പറ്റുന്നൊരു കാരണമാണോ ഇത്? പിന്നെ ഈ അടുത്ത കാലത്ത് ഞാനിതൊക്കെ ആമുഖമായിട്ട് പറയുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, കേൾക്കാനുള്ളതൊക്കെ ഇവിടെ വരാൻ പോകുന്നുണ്ട്. എന്നെക്കുറിച്ച് ഞാൻ വരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം ആരോപണങ്ങളെ കെട്ടുമായിട്ടാണ് വരിക. ഞാൻ ഈ ദാരിമിയുടെ പേരിലൊന്നും അങ്ങനെ ആരോപണമില്ല. കാരണം എന്താ? ദാരിമിന്റെ പേരിൽ ആരോപിച്ച നന്ന കിലോ കണക്കിന് സ്റ്റേജിന്റെ മേലിന് ഇതിൽ കിട്ടുമെന്നറിയാം, LCDയിൽ. അതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ദാരിമിന്റെ പേരിൽ ആരോപണമില്ല. ഞങ്ങളെ കുറെ ആളുകൾ, ഞാൻ ഇസ്മായിൽ സഖാഫി, ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഉടനെ ആരോപണമായിട്ട് വരും. എന്നാൽ അതിന്റെ ഒരു സുഖം എന്താണ്? ഇസ്മായിൽ സഖാഫിയുടെ പേരിൽ എന്താ ആരോപിച്ച് അതന്നെയാണ് എന്റെ പേരിലുണ്ടാവുക. എന്റെ പേരിലുള്ളത് തന്നെയാണ് ഇവരുടെ പേരിലുണ്ടാവുക. എന്താ? സാമ്പത്തിക അഴിമതി, പിന്നെന്താ? ജീവിതം വളരെ മോശമാണ്. എങ്ങനെ ചെങ്ങായിമാരെ ഇല്ലാതിക്കുക? ഞങ്ങൾക്ക് അന്ത് സ്വഭാവം. ഞങ്ങളെ നേതാവ് AP ആയിരുന്നില്ലേ? നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലില്ലേ, ചാരിയാൽ ചാരിയത് മണക്കൂന്നുള്ളൊരു പഴഞ്ചൊല്ലില്ലേ? അത് AP വിഭാഗത്തോടാവുമ്പോ ചാരിയാൽ ചാരിയത് നാറുമെന്ന് തന്നെ ശരിക്കും പറയണ്ടേ? ആ നിലയിൽ ഞങ്ങൾ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് പോരുകയാണ്. ഇനി എന്നെ കുറിച്ചൊരു ആരോപണം വന്ന് കരുതുക ഞാൻ സാമ്പത്തികമായി വല്ലാതെ അഴിമതി കാണിച്ച വ്യക്തിയാണ്. ഉറപ്പല്ലേ? ഏപ്പിന്റെ അനുയായിയായുള്ള കാലത്ത് എനിക്കത് ഉണ്ടാവില്ലേ? പിന്നെ ചിലപ്പോ പറയും ഞാൻ വല്ലാതെ വൃത്തികെട്ട ജീവിതത്തിന്റെ ആളാണ്. എനിക്കറിയില്ല,
ഞാൻ എന്റെ ഉസ്താദിന്റെ ജീവിതം പോലെ ജീവിച്ചിട്ടുണ്ട്. അതെങ്ങനെയാന്ന് എനിക്കറിയില്ല. അങ്ങനെയാണോ? ഉസ്താദ് എന്തൊക്കെ കാണിച്ചോ അതുപോലെ ഞാൻ ജീവിച്ചു. പിന്നെ ചിലപ്പോ പറയൂ, ഞാൻ വിശദീകരിക്കുന്നില്ല, വിശദീകരിച്ച് താഴോട്ട് പോയിക്കൊണ്ടിരുന്നാൽ അത് നിങ്ങൾക്ക് മോശമാണെന്ന് എനിക്കറിയാം. അപ്പൊ ഞാനത് അവിടെ ചുരുക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങളെ കൂട്ടത്തിൽ നിന്നതുകൊണ്ട് എനിക്കുണ്ടായ അബദ്ധമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു പ്രസ്ഥാനത്തിൽ ചേർന്നപ്പോ അടിമുടി ആ പ്രസ്ഥാനത്തിന്റെ ജീവിത ശൈലിയും പ്രവർത്തനവും അതുപോലെ സ്വാംശീകരിച്ചിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ശരിയാണ്, അതാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. ആ പ്രസ്ഥാനം പിഴച്ചതാണ്, ആ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ പാടില്ല. അതിനല്ലേ ഞാൻ തൗബ ചെയ്തത്. എല്ലാറ്റിനും ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും എല്ലാറ്റിനും ഞാൻ തൗബ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ഞാൻ എന്ത് ചെയ്താലും ഉസ്താദിന്റെ അത്ര ചെയ്തിട്ടില്ല. ഉസ്താദിന്റെ അടുത്ത് നിന്ന് പഠിച്ചതിന്റെ ഒരു അംശം, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ചെയ്തത്ര ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം അതിൽ നിന്ന് പഠിച്ച ഓരോ അംശങ്ങളെ ചെയ്തിട്ടുള്ളൂ. ഏതായാലും പൊന്മളിനെ പോലെ ഞാൻ ആയിട്ടില്ല. പറഞ്ഞത് ഞാൻ അതുപോലെ ചെയ്യാറുണ്ട്. വിശ്വസിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞത് ജീവിതത്തിൽ പുലർത്തുന്നതുമാണ്. പൊന്മളക്ക് പിന്നെ അങ്ങനെ ഇല്ലല്ലോ. ഞാനൊക്കെ ഒരുപാട് കാലം ഈ മുടി ഒറിജിനലാന്നും കരുതി നടക്കുകയായിരുന്നു നാട് മുഴുവൻ. ആ കാലഘട്ടത്തിൽ പൊന്മള പറഞ്ഞത് പലതും കേട്ടിട്ട് ഞാൻ ഇട്ടിപ്പോയിട്ടുണ്ട്. ആദ്യമായിട്ട് പൊന്മളയുടെ പ്രസംഗത്തെക്കുറിച്ച് ഇസ്മായിൽ സക്കാഫി പ്രസംഗിച്ചത് ദാരിമി ഉസ്താദിലുള്ള മഹല്ലിലാന്ന് തോന്നുന്നുണ്ടോ? അല്ലേ, മഹല്ലാണ്, ചങ്ങാനിയിലാണ്. ആ പ്രസംഗാണ് എന്റെ മാറ്റത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. ജിഷാൻ മാഹിയോടൊപ്പം ജിഷാൻ മാഹിയുടെ കയ്യിലുള്ള രേഖകൾ പുറത്തു കൊണ്ടുവരാൻ പ്രചോദനമായത് ഇസ്മായിൽ സക്കാഫിയുടെ ആ പ്രഭാഷണമായിരുന്നു. അതുവരെ ഞങ്ങളൊക്കെ വളരെ ഉഷാറായിട്ട് ഇതിനകത്ത് ഇത് തിരുമുടിയാണേന്ന് പറഞ്ഞ് വിശ്വസിച്ച് നടക്കുകയായിരുന്നു. ഇപ്പം മനസ്സിലായി തിരൂന്നുള്ളത് മാറ്റി തെരൂന്നാക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ വിഭാഗത്തിനു വേണ്ടി മണ്ണാർക്കാട് നടന്ന ഈ മിനിയാന്നുള്ള വ്യവസ്ഥക്ക് മുമ്പ് നടന്ന 2 സംവാദങ്ങളിലെ AP വിഭാഗത്തിന്റെ മധ്യസ്ഥനായിരുന്നു ഞാനെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നു, 3ാമത് നടന്നതിലും ഞാൻ തന്നെയാണ് മധ്യസ്ഥൻ. പക്ഷെ മാറി, വിഭാഗം മാറി എന്ന് മാത്രം. മിനിയാന്ന് വ്യവസ്ഥ നടന്നു, സംവാദ വ്യവസ്ഥക്ക് പോയപ്പോ AP-ക്കാർ ക്യാമറയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മധ്യസ്ഥൻ രാമന്തളിയാണെങ്കിൽ ആദ്യം തന്നെ അതിന് വേണ്ട പണികളൊക്കെ ഒപ്പിക്കാനാണ് കാത്തിരിക്കുന്നത്. ഞാൻ പോയിട്ട് സുഖാര്യവും സ്വതന്ത്രമായിട്ട് നമ്മളെ പണ്ഡിതന്മാരുടെ ഇടയിൽ അങ്ങോട്ടിരുന്നു. നേരെ നമ്മളെ ഓൺലൈനിലുള്ള സുന്നിസം നൌഷാദ് സാഹിബ് പോയിട്ട് മധ്യസ്ഥന്റെ കസേരയിലിരുന്നു. അപ്പൊ അവർക്ക് സന്തോഷമായി, ഈ ശല്യം ഇല്ലല്ലോ. നൌഷാദ് സാഹിബ് ഇപ്പുറത്തുനിന്നല്ലേ വരുള്ളൂ, മറ്റേത് കൂടെയുള്ള ആളല്ലേ വരുന്നത്. അപ്പൊ ശല്യം കൂടുതലായിരിക്കുമല്ലോ, ശല്യം കൂടുതലാവുമല്ലോ. അങ്ങനെ സമാധാനായിട്ടിരിക്കുമ്പോഴാണ് പരിപാടി തുടങ്ങാൻ പോകുമ്പോൾ നൌഷാദ് എഴുന്നേറ്റു, ഞാൻ അവിടെ പോയിരുന്നു. അപ്പൊ പിന്നെ ചിരിക്കുന്ന മൗലവിമാരുടെ ചിരിയൊക്കെ മാറി. സക്കാഫി മൗലവിമാർ ചിരിക്കുന്നുണ്ടായിരുന്നു. സക്കാഫി മുസ്ലിയാമാരെന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. സക്കാഫി മൗലവിമാരായിട്ടുണ്ട് ഇവർ. കാലം അങ്ങനെയാണ്. കാലം പലപ്പോഴും ഓരോരുത്തരുടെയും മുഖങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഇങ്ങനെ വന്നിട്ട് കാലക്രമേണ അവരുടെ സ്വഭാവ രീതികൾ മാറ്റിക്കൊണ്ടുവന്നിട്ട് അവർ അപജയത്തിലേക്ക്, ലലാലത്തിലേക്ക് അടുക്കുന്നതിനനുസരിച്ച് അവരുടെ മുഖം വികൃതമാക്കിക്കൊണ്ടിരിക്കും. മുസ്ലിയാമാരായിരുന്നവർ, പിന്നീട് സക്കാഫിയായവർ, അവസാനം സക്കാഫി മുസ്ലിയാരായവർ, ഇപ്പോൾ സക്കാഫി മൗലവിമാരായി മാറുകയാണ്. ആ നിലയിലേക്കാ പോകുന്നത്. എങ്ങനെയാ ചേകനൂരുണ്ടായിരുന്നത്? അയാൾ ഒരു സുന്നിയായിരുന്നു ആദ്യം. ഉമർ മൗലവി അങ്ങനെയായിരുന്നു, KM മൗലവി അങ്ങനെയായിരുന്നു. അവർ പിന്നീട് ചില മാറ്റങ്ങൾ അവരിലുണ്ടായി. ഇന്നും നമ്മൾ മുജാഹിദിന്റെ പ്രഥമ കാലഘട്ടത്തിലെ നേതാക്കളുടെ അൽ മുർഷിദൊക്കെ എടുത്തു വെച്ച് നമ്മൾ പറയാറുണ്ട്, റബിയുൽ അവൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കണമെന്ന് പറഞ്ഞ് ലേഖനമെഴുതിയ അൽ മുർഷിദിന്റെയും അൽ ഇർഷാദിന്റെയൊക്കെ പതിപ്പുകൾ നമ്മൾ കാണിക്കാറുണ്ട്. അന്ന് അവരെങ്ങനെയാ പറഞ്ഞത്? പിന്നെ കുറച്ചു മാറ്റം വന്നു. ഏതുപോലെ? കാന്തപുരത്തെ പോലെ. ഒരു കാലഘട്ടത്തിൽ സമസ്തയുടെ വാക്താവായിരുന്നു. കൊട്ടപ്പുറത്ത് ഷംസുൽ ഉലമയുടെ മഹത്വം കൊണ്ട് സംവാദത്തിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ഷംസുൽ ഉലമ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. കൊട്ടപ്പുറത്തെ സംവാദത്തിൽ കാന്തപുരത്തിന് വിജയമുണ്ടായി എന്നത് നമ്മൾ സമ്മതിക്കാറുണ്ട്. പക്ഷേ എന്താ കാരണം? ഒട്ടപ്പുറത്തെ സംവാദത്തിൽ കാന്തപുരം പോകുമ്പോ ഒട്ടപ്പുറത്തെ സംവാദത്തിലേക്ക് പോകാൻ ആത്മീയ പിന്തുണ നൽകിയത് 1 CM വലിയുല്ലാഹിയായിരുന്നു, 2 കണ്ണിയത്ത് ഉസ്താദായിരുന്നു, 3 നിർദ്ദേശങ്ങൾ നൽകി വഴി കാണിച്ചു കൊടുത്ത് ചോദ്യങ്ങൾ പഠിപ്പിച്ച് ഏത് ചോദ്യങ്ങൾ വന്നാലും പ്രതികരിക്കേണ്ട രൂപം പഠിപ്പിച്ചു കൊടുത്തത് ലോകം അംഗീകരിച്ച അറിവിന്റെ അനന്തസാഗരമായ ശ്രേഷ്ഠ പണ്ഡിതരായിരുന്ന ഷംസുൽ ഉലമയായിരുന്നു. അപ്പൊ കാന്തപുരം വിജയിച്ചു.
അല്ലാതെ കാന്തപുരത്തിന്റെ ശക്തി കൊണ്ടാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 4-5 വർഷത്തിന് ശേഷം കുവൈത്തിലെത്തിയപ്പോ എന്തുകൊണ്ട് മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും മൗലവിമാർക്ക് മുന്നിൽ ഇരുന്ന് ഏത്തമിടേണ്ടി വന്നു? എന്തുകൊണ്ട്? അന്ന് ശംസുൽ ഉലമ കൂടെയില്ല. പറയൂ നിങ്ങൾ. അതിനുശേഷം ശംസുൽ ഉലമയിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയതിനു ശേഷം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഒരു സംവാദത്തിലോ ഒരു ചർച്ചയിലോ ഇരുന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ ഒറ്റപ്പെടുത്തുകയോ പരാജയപ്പെടുത്തുകയും ചെയ്ത ഒരു തെളിവ് പോലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അപ്പോ ആരുടെ കഴിവായിരുന്നു, ആരുടെ പിന്തുണയായിരുന്നു? അത് ശംസുൽ ഉലമയുടേതായിരുന്നു. ഇങ്ങനെ കാലക്രമേണ മാറ്റങ്ങൾ ഉണ്ടാവുന്ന മുഖങ്ങൾ കാണുകയാണ്. ഈ സംവാദത്തിന്റെ വ്യവസ്ഥയിൽ പോയിരുന്നപ്പോ പൂർണ്ണമായി എനിക്ക് ബോധ്യപ്പെട്ടു, 2 വ്യവസ്ഥകളിൽ നിന്ന് കാന്തപുരം വിഭാഗത്തിന് അല്പമെങ്കിലും ചിലതൊക്കെ പറയാൻ തോന്നിയിട്ടുണ്ട് എന്ന് അന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലതെങ്കിലും അന്ന് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ സംവാദത്തിന് പോയപ്പോ കാന്തപുരം വിഭാഗത്തോട് ആദ്യത്തെ വ്യവസ്ഥ, ഇപ്പൊ യൂട്യൂബിലും അതുപോലെ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെയുള്ള കാന്തപുരം വിഭാഗത്തിന്റെ പ്രവർത്തനം, പിന്നെ ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഇവരെ മാതൃരാജ്യം ഇസ്രായേലാണല്ലോ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ അതേ തത്വങ്ങൾ ഇവർ പ്രാവർത്തികമാക്കാറുണ്ട്. ഇസ്രായേലിന്റെ തത്വം എന്താണ്? പ്രചണ്ഡമായ പ്രചരണങ്ങൾ. എന്താ ഈ പ്രചണ്ഡമായ പ്രചരണം എന്ന് പറഞ്ഞാൽ? എല്ലാറ്റിനെയും മറികടക്കുന്ന സത്യത്തോട് ഒരു കൂറുമില്ലാത്ത വിധത്തിലുള്ള ശക്തമായ പ്രചരണമാണ് ഈ പ്രചണ്ഡമായ പ്രചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് എന്താണ്? ബ്രെയിൻ വാഷാണ്. എന്താ ബ്രെയിൻ വാഷ് എന്ന് പറഞ്ഞാൽ? ഒരു SSFകാരനെ കിട്ടിയാൽ ആദ്യം തന്നെ ചെയ്യുക, അവന്റെ തലച്ചോറിന്റെ ചുറ്റും കയറിയിരുന്നിട്ട് അവന്റെ ബുദ്ധിയെ മാറ്റിവെച്ചിട്ട് അവന്റെ ബുദ്ധിയിലേക്ക് ഈ സംഘടനാ നേതാക്കളുടെ ബുദ്ധി ഇട്ട് കൊടുക്കുക. ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ ചിന്തിച്ചു. മിനിയാന്ന് ഞാൻ ഈ ഓച്ചിറയിലെ ഒരു ഓഫീസ് ഉദ്ഘാടനം ഹമീദ് അലി ശിഹാബ് തങ്ങൾ നടത്തുന്ന ഒരു പോസ്റ്റ് കണ്ടു. അത് ഞാനും പങ്കെടുത്ത പരിപാടിയാണ്. ഞാനതെടുത്തിട്ടു. എന്നിട്ട് മർഹൂം ഉമർ അലി ശിഹാബ് തങ്ങളുടെ പ്രിയപുത്രൻ എന്നൊക്കെ എഴുതി കൊടുത്തു. അപ്പൊ ഒരു വലിയ SSFകാരൻ നേരെ വന്നിട്ട് അതിന്റെ താഴെ, അല്ല രാമന്തലി, കുറച്ച് ബോധം വേണ്ടേ? മർഹൂം എന്ന് പ്രയോഗിക്കാറുള്ളത് മരിച്ചവരെ കുറിച്ചാണ്, എന്ത് നാണമില്ലാതെ എന്നൊക്കെ പറഞ്ഞ് കുറെ ഇങ്ങനെ അടിച്ചപ്പോ 2-3 ആൾ വന്നിട്ട് ബാക്കിൽ ശരി ശരി എന്ന് പറഞ്ഞ് SSFകാരെ കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ ഇരുന്ന് ചിന്തിച്ചു, മറുപടി അടിക്കാതെ, പടച്ചോനെ, ഈ വിഭാഗം സ്വന്തം ബുദ്ധി കൊണ്ടല്ലോ ചിന്തിക്കുന്നത്. ഏതോ ഒരു വിവരദോഷി പറഞ്ഞപ്പോ ഏറ്റുപിടിക്കുകയാണ്. അറിയുന്ന ആളുകള്, നല്ല ബുദ്ധിയുള്ളവരാണ് ഇത് ചെയ്യുന്നത്. ഞാൻ അവന്റെ ബാക്കിൽ കൊണ്ടുപോയി പറഞ്ഞു കൊടുത്തു, മോനെ, ഉമർ അലി തങ്ങൾ മരിച്ചിട്ട് കുറെ കാലായി, അതുകൊണ്ട് തന്നെയാണ് മർഹൂം നടിക്കുന്നത്. അപ്പൊ എന്താ സംഭവം? ഏതോ വിഡ്ഢി പറഞ്ഞു കൊടുത്തത് അതുപോലെ ഏറ്റുപറയുന്ന സ്വന്തം ബുദ്ധിയില്ലാത്തൊരു സമൂഹം. ഇത് കളവല്ല, പോയി നോക്കിക്കോളൂ, എന്റെ പേജിൽ കാണാതെ. ഇത്രമേൽ അബദ്ധത്തിൽ ജീവിക്കുന്ന ഒരു കൗമ് തമിഴ്നാട്ടിലെ ഏതെങ്കിലും കുഗ്രാമങ്ങളിലാണ് പോയി നിങ്ങൾ ജീവിക്കേണ്ടത്. കേരളത്തിലെ ഉത്ബുദ്ധരായ ജനങ്ങൾക്കിടയിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. വിദ്യാസമ്പന്നർക്കിടയിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. തലച്ചോറ് പണയം വെക്കുകയാണ്. പണ്ട് ഫ്രഞ്ചിലെ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. ഫ്രാൻസിൽ ഒരാൾ പറയാണ്, ഫ്രാൻസിലുള്ള ഒരാള് അയാളോട് അയാൾക്ക് ബന്ധമുള്ള അവരുടെ സംഘടന ഒരു ഫാസിസ്റ്റ് നേതാവ് എന്ന് പറഞ്ഞു, നിന്റെ അയൽവാസിയെ കൊന്നുകളയണമെന്ന് പറഞ്ഞു. അയാൾ പോയിട്ട് അയൽവാസികളെ മൊത്തവും കൊന്നുകളഞ്ഞു. എന്താ കാരണം? അയാളെ സംഘടനാ നേതാക്കളാണ് നിർദ്ദേശം നൽകിയത്. കൊന്നുകളഞ്ഞതിന് ശേഷം അയാളോട് മറ്റൊരു അയൽവാസി വന്ന് ചോദിച്ചു, എന്തിനാ നിങ്ങൾ കൊന്നത്? അതെനിക്കറിയില്ല, എന്റെ നേതാവ് പറഞ്ഞു, ഞാൻ ചെയ്തു. ഈ ഫ്രാൻസിലെ വിഡ്ഢിയുടെ കഥ പോലെ കാന്തപുരത്തിന്റെ ആളുകളുടെ അവസ്ഥ അതാ. അവരോട് ചോദിച്ചാൽ പറയും, എന്ത് വിഡ്ഢിത്തം ചെയ്തു കഴിഞ്ഞാലും അത് നമ്മൾ ഉസ്താദും നേതാക്കളും പറഞ്ഞത് എന്താണോ അത് സ്വീകരിക്കലാണ് നമ്മുടെ പണി. ഇതന്നല്ലേ മുജാഹിദും ചെയ്യുന്നത്? AP അബ്ദുൽ ഖാദർ മൗലവി വിവരക്കേട് പറഞ്ഞു കൊടുത്താൽ അത് ഏറ്റുപറയുന്ന മുജാഹിദുകൾ, ആരിഫ് അലി പറഞ്ഞു കൊടുത്താൽ അത് ഏറ്റുപറയുന്ന ജമാഅത്തെ ഇസ്ലാമി, ഇമാമിങ്ങൾ പറഞ്ഞതിന് വില കൽപ്പിക്കാത്തവർ, അതന്നല്ലേ ഇവിടെയുള്ളത്. AP പറഞ്ഞാൽ ഏറ്റുപറയുന്നു, ഇമാമിങ്ങൾ എന്ത് പറഞ്ഞു എന്ന് നോക്കാൻ പോലും കഴിയുന്നില്ല. ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലുള്ള ആളുകൾ അവരുടെ ബുദ്ധി ആദ്യം തന്നെ ഇസ്രായേൽ ചെയ്യുന്ന ബ്രെയിൻ വാഷ് പോലെ പ്രവർത്തകരെ ബുദ്ധി അങ്ങോട്ട് മാറ്റി വെക്കൂ. ഇപ്പൊ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പോയി ചോദിച്ചു നോക്കൂ, രാമന്തലി പറഞ്ഞ ചില സത്യങ്ങളുണ്ടല്ലോ, അതിനെപ്പറ്റി എന്ത് പറയുന്നത്? അത് ഞങ്ങൾ ഉസ്താദ് പറഞ്ഞ അതിന്റെ അപ്പുറം പറയുന്നില്ല. ഈ ഉസ്താദിനെ പറ്റിയാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഉസ്താദ് പറഞ്ഞ അതിന്റെ അപ്പുറം ഇല്ല. എന്ന മനുഷ്യ, നിന്റെ തലച്ചോറിനകത്ത് ഈ തലച്ചോറ് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ പോത്തിനിറക്കുന്ന സമയത്ത് രാവിലെങ്കിലും പോയി നോക്കുക, കുറച്ച് സാധനം ഉണ്ടാവും തലച്ചോറിന്റെ ഉള്ളിൽ. അത്രയും ഉണ്ടാവില്ല മനുഷ്യന്റെ തലച്ചോറിന്റെ ഉള്ളിൽ. അങ്ങനെ ഒരു സാധനം തലയിലുണ്ടെന്ന് ബോധ്യപ്പെടാനായി പറയുന്നത്. മന്ദബുദ്ധികൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. എന്താ തലച്ചോറ് എന്ന് ചോദിച്ചാൽ മന്ദബുദ്ധികൾക്ക് എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക? ഒരു പോത്തിന്റെ തലച്ചോറ് കാണിച്ചു കൊടുക്കുക, അത് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സാധനം. ഇതുപോലെ കുറച്ച് സാധനം നിന്റെ തലയിലുണ്ടാവും. എന്താ ഞാൻ ചോദിക്കുന്ന, SSFകാരാ, നിന്റെ തലച്ചോറിൽ നിങ്ങളെ കൊടിയാണോ മടക്കി വെച്ചത്? തലച്ചോറിനല്ലേ?
എന്താ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഞാൻ ചോദിക്കുന്ന ചോദ്യമാണത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്, അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മണ്ണാർക്കാട് എത്തിയപ്പോഴേക്ക് ഈ ബുദ്ധിയൊക്കെ പോയിട്ട് മരവിച്ച കുറെ ബുദ്ധിയുമായി കുറെ സാധുക്കൾ അവിടെ വന്നിരുന്നു. നമ്മൾ എഴുതി കൊടുത്തു, മർക്കസിലുള്ളത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയല്ല, അത് വ്യാജമാണ്. മർക്കസിലേത് വ്യാജമാണ് എഴുതി കൊടുത്തു. അപ്പോ മറുവാദം വേണം. അപ്പൊ ഇവര് വേറൊരു വാദം എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ വാദം ഉണ്ടായിക്കോട്ടെ, ആദ്യം ഈ വാദം എന്നിട്ട് ആ വാദം ഉണ്ടാവുക, രണ്ടിന്റെയും എതിർവാദങ്ങൾ വരിക. അത് സാധാരണ സംവാദത്തിന്റെ ഘടനയാണ്. കഴിഞ്ഞ തൃശ്ശൂരൊക്കെ നടന്ന സംവാദത്തിന്റെ വ്യവസ്ഥ എടുത്ത് വായിച്ചു നോക്കൂ, അല്ലെങ്കിൽ അതിന്റെ CD കണ്ടാൽ അത് മനസ്സിലാവൂ. അപ്പോ ഇവരൊരു കാരണവശാലും മർക്കസിലുള്ളത് ഒറിജിനൽ മുടിയാണെന്ന് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നില്ല. അല്ലെങ്കിൽ മർക്കസിലുള്ള മുടി യഥാർത്ഥമാണ്, ഷഹർ മുബാറക്കാണെന്ന് എഴുതിയാൽ മതി, തയ്യാറാണെന്ന് എഴുതണ്ട. വാദം അത്രേ വേണ്ടുള്ളൂ. എഴുതിയില്ല. 3 മണിക്കൂർ സമയം കൊടുത്തു, എഴുതിയില്ല. മർക്കസിലുള്ള മുടി യഥാർത്ഥമാണെന്ന് തെളിയിക്കേണ്ടി വന്ന നിങ്ങൾ കുടുങ്ങൂല്ലേ? എങ്ങനെയാ തെളിയിക്കുക? മുടി തെളിയിക്കാൻ അമേരിക്കയിലൊന്നും പോണ്ടല്ലോ. മുടി ആരെയും കയ്യിലുണ്ടെങ്കിൽ അത് കൊണ്ടുവെക്കുക, മറ്റു തെളിവുകൾ പറയാം, നിങ്ങൾ കൊണ്ടുവന്ന രേഖകൾ പരിശോധിക്കാം, അതിൽ സനതുണ്ട്, നേലുണ്ടോ എന്ന് പരിശോധിക്കാം, എല്ലാം ചെയ്തൂടെ? മർക്കസിൽ മുടിയില്ലേ? ഇനി മർക്കസിൽ ഇല്ലെങ്കിൽ തന്നെ മറ്റു പല സ്ഥലത്തും ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്ന് എടുത്തുകൊണ്ടൊന്ന് പരിശോധിച്ചാൽ പോരെ? മർക്കസിലെ നിങ്ങൾ വിട്ടുകൊടുത്തില്ലെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ ഒന്ന് എടുത്തുകൊണ്ടുപോയാൽ പോരെ? അങ്ങനെ നോക്കിയിട്ട് ഒരു തെളിവ് വന്നാൽ, തെളിയിക്കാൻ അവിടെ രേഖകൾ മുന്നിൽ വന്നാൽ അപകടത്തിലാകുമെന്ന് ബോധ്യപ്പെട്ടവർ അവരുടെ വാദം, ആദ്യമുള്ളൊരു വാദമുണ്ട്, നമ്മൾ പറഞ്ഞു ആ വാദം റെഡി, രണ്ടാമത് നമുക്കത് ചർച്ച ചെയ്യാം അതേ സംവാദത്തിൽ. അതിന്റെ എതിർവാദവും ഞങ്ങൾ ഇത്തരം, എന്താ മർക്കസുള്ള മുടി ബർക്കത്തെടുക്കാവുന്നതാണ്, അതിന്റെ പേരിൽ ബർക്കത്തെടുക്കാവുന്നതാണെന്ന്. തൂവലന തൂവലന ഹക്കിയതീനേ, തൂവെളിച്ചം കാട്ടിയതീനേ മിഞ്ചതീനേ. തൂവലന തൂവലന ഹക്കിയതീനേ, തൂവെളിച്ചം കാട്ടിയതീനേ മിഞ്ചതീനേ. അറബിന്ന മുക്കലിപ്പെഴുതാ മഹ്ലം സഹല, ബുശ്റാക്കുമുല്യം ജന്നത്തിന്റെ പൂർണ്ണ ജമാല. തൂവലന തൂബലന 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 ഹക്കിയതീനേ, തൂവെളിച്ചം കാട്ടിയതീനേ മിഞ്ചതീനേ. തൂബലന തൂബലന ഹക്കിയതീനേ, തൂവെളിച്ചം കാട്ടിയതീനേ മിഞ്ചതീനേ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബൂ റാഷിദ് ഉസ്താദുണ്ടല്ലേ? അബൂ സബീൽ പൊളിങ്ങോ, നിങ്ങൾ ഇന്ന് ലൈവാണോ? ലൈവ് ഇന്ന് ഖത്തറിൽ പ്രോഗ്രാമാണോ അറിയില്ല. ഏതായാലും നാളെയാണ് നമുക്ക് ഖത്തറിൽ നിന്നുള്ള ലൈവ്. കോഴിക്കോട്ട് ഉസ്താദ് അതുപോലെ തന്നെ നൗഷാദ് ബാക്കിയൊക്കെ ഉള്ള വലിയൊരു പ്രോഗ്രാമിൻ്റെ ലൈവ് നാളെ നമുക്ക് വരാനുണ്ട്. ഏതായാലും ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൂർക്കനാടിൽ നിന്നുള്ള തത്സമയമായിരുന്നു. മുഹമ്മദ് രാമന്തളി സാഹിബിൻ്റെ പ്രഭാഷണമായിരുന്നു നാം കേട്ടുകൊണ്ടിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിന് ശേഷം കട്ടായതാണ്, DC ആയിപ്പോയതാണ് ഇപ്പോൾ വരും. ഇതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ അരവിദാരി മീക്കുമെന്ന ഉസ്താദുകളുടെ LCD സഹിതമുള്ള പ്രഭാഷണമുണ്ട്. ആ വോളിയം കുറവാണല്ലേ. ഏതായാലും മറ്റാരെങ്കിലും അബൂ റാഷിദ് ഉസ്താദില്ലേ? അബൂ റാഷിദ് ഉസ്താദ് മൈക്കിലൊന്ന് വരും. ഡ്യൂട്ടിയിലാകുമ്പോൾ അത്ര ഏതായാലും ലൈവ് എത്തിയിട്ടുണ്ട്. കുറുപ്പത്തൽ എന്ന ID യിൽ നിന്ന് ലൈവ് എത്തിയിട്ടുണ്ടോ? മൈക്കിൾ
കാലത്തിനപ്പുറത്തേക്ക് നടന്നുപോയ മഹാനാണ്. ഉസ്താദ് പ്രിയപ്പെട്ട ഹബീബിന്റെ തിരികേശം സൂക്ഷിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ബോംബെയിലെ ജാലിയാവാലയിൽ നിന്ന് കൊണ്ടുവന്ന തിരുമുടി ഉസ്താദിന്റെ കയ്യിലുള്ളതുകൊണ്ട് മാത്രം ഉസ്താദ് ലോകത്തെ മഹാനായി മാറി. ഈ ഉസ്താദിനെ എതിർക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ല മക്കളെ എന്ന് പറഞ്ഞ് എസ് കെ കാരാന്ന് വിളിച്ച് സാധാരണ പ്രസംഗിക്കാറുണ്ട്. എന്നിട്ട് പറയും, ഉസ്താദിനെ എതിർത്താൽ, ഉസ്താദിന്റെ കയ്യിലുള്ള തിരുമുടിയെ എതിർത്താൽ, ഉസ്താദിനെ എതിർക്കുന്നതോടെ നിന്റെ ആക്കിബത്ത് പോടോ. ഇങ്ങനെ പറഞ്ഞ് ടേപ്പിന്റെ മഹത്വം ഇങ്ങനെ മൂപ്പര് പറയും. കുറെ മലയാളം കൊണ്ടിങ്ങനെ നാക്കിട്ടടിക്കും. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു മുടി കിട്ടിയാൽ ഒരാൾ മഹാനാവോ? എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടുത്തെ ഉസ്താദിന് നേരത്തെ അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മുടി കിട്ടിയവരൊക്കെ മഹാനാവുന്ന ഉസ്താദിന് തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഉസ്താദ് എന്നെ മഹാൻ എന്ന് വിളിച്ചത്, അല്ലേ? ഉസ്താദ് വഹാബ് സക്കാഫിന്റെ പ്രസംഗം കേട്ടുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് മഹാനായ രാമന്തളി എന്ന് പറഞ്ഞത്. SSF-കാരൻ ബാക്ക് കൂടണ്ട, എനിക്കറിയാത്. ഉസ്താദ് മഹാനാന്ന് വിളിച്ചത് എന്തിന്റെ അർത്ഥത്തിലാന്നല്ലേ? വഹാബ് സക്കാഫിന്റെ പ്രസംഗം കേട്ടിട്ടാണ്. നാളെ ക്ലിപ്പാക്കിയിട്ട് വരണ്ട. അതുകൊണ്ട് രാമന്തളി ഇപ്പൊ മഹാനായി SKSF-ൽ എത്തിയപ്പോന്നാ. അത് സത്യം തന്നെയാണ്. വഹാബ് സക്കാഫിയ പറഞ്ഞത്. ഒരാളുടെ കയ്യിൽ ബോംബെയിലെ ജാലിയാവാലയിൽ നിന്ന് കിട്ടിയ മുടിയുണ്ടായാൽ അത് തിരുമുടിയാണെന്നും അതുള്ള ലോകത്തെ ഏറ്റവും വലിയ മഹാനാണെന്നും പറഞ്ഞത്, പ്രസംഗിച്ചത് വഹാബ് സക്കാഫിയ. എന്നാ ഞാൻ ചോദിക്കുന്നു, നാളെ മുതൽ ഉസ്താദ് വിളിച്ച പോലെ നിങ്ങളും വിളിക്കോ മഹാന്ന്? വിളിക്കോ? എനിക്കെതിരെ വന്നാൽ നിങ്ങളുടെ ആക്കിബത്ത് സൂക്ഷിച്ചോളൂ എന്ന് വഹാബ് സക്കാഫിന്റെ CD വെച്ച് ഞാൻ പറയാം. ബോംബെയിലെ മുടി 3 എന്റെ കയ്യിലുണ്ട്, ഏപ്പിന്റെ കയ്യിൽ 2 ഉള്ളൂ. 3 എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടല്ലേ ഉസ്താദ് വിളിച്ചത് മഹാനാണ്. ബോംബെയിലെ നിങ്ങൾ പറയുന്ന ജാലിയാവാല മുടി കാന്തപുരത്തിന് കൈമാറിയതിന്റെ ഒരു ഫോട്ടോ പോലും തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല. പക്ഷേ രാമന്തളിന്റെ കയ്യിലേക്ക് കൈമാറുന്നതിന്റെ ഫോട്ടോ കൃത്യമായിട്ടുണ്ട്. എനിക്ക് കൈമാറുന്ന ഫോട്ടോ കൃത്യമായിട്ടുണ്ട്. മാത്രമല്ല, പിന്നെ ചിലപ്പോ പറയും SSF-കാരൻ, ബുദ്ധിയില്ലാത്ത SSF-കാരൻ നാളെ പറയും അത് രാമന്തളി കളവ് പറഞ്ഞതാണ്. നിങ്ങൾ ഉസൂലെന്താ? നിങ്ങൾ ഉസൂല് പൊട്ടും. നിങ്ങൾ ഉസൂലെന്താ? ഒരാൾ പ്രവാചകരുടെ മുടിയാണെന്ന് പറഞ്ഞാൽ ചേർത്തി പറഞ്ഞാൽ മദീന, അല്ലേ? ഞാൻ ചേർത്തി പറഞ്ഞില്ലേ? പോരെ? മാത്രമല്ല, നിങ്ങൾക്ക് തന്ന ജാലിയവാലയും ചേർത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഉറപ്പായില്ലേ? എന്തിനാ പിന്നെ നിങ്ങൾ മർക്കസിൽ പോയി ക്യൂ നിൽക്കുന്നത്? സഹോദരന്മാരെ, അടുത്ത വർഷം മുതൽ എന്റെ വീട്ടിൽ വന്നോളൂ, ഓരോ ബക്കറ്റ് വെള്ളം തരാം. ഇതിൽ നിങ്ങൾ ചെറിയ ബോട്ടിലാക്കി മാറ്റുന്നത്, ഓരോ ബക്കറ്റ് വെള്ളം നിങ്ങൾക്ക് ഞാൻ തരാം. കഷ്ടകാലങ്ങളെ. ഇതുകൊണ്ടാണ് വ്യവസ്ഥയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. ഒറിജിനലാണെന്ന് തെളിയിക്കാൻ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് മർക്കസിലെ മുടി ഒറിജിനലാണെന്ന് പറഞ്ഞു വന്ന സംവാദത്തിലേക്ക് എന്റെ കയ്യിലുള്ള മുടിയായിട്ട് ഞാൻ വരും. തെളിയല്ലേ? അപ്പോ ഇത് പേടിച്ചാ വരാതിരുന്നത്. ഇത് പേടിച്ചുകൊണ്ടാണ് ഉറച്ചു വിശ്വസിക്കുന്നു നമ്മള്. ഞാനോ അലവിദാരിമയൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് വരൂല്ലേ? ഇല്ല, ഉണ്ടാവില്ലേ? ബാക്കിൽ ഇങ്ങനെ ക്യൂ ആയിട്ട് ആളുകൾ ഉണ്ടാവും ഇത് തെളിയിക്കാൻ. അടുത്ത വർഷങ്ങൾ വന്നോളി. ഞാൻ താമസിക്കുന്നത് ഇസ്മായിൽ സക്കാഫിന്റെ നാട്ടിലാണ്, മഹല്ലിലാണ്. ഉസ്താദ് സക്കാഫി ഖാലിയും ഖതീബും മുദരിസുമായി വർക്ക് ചെയ്യുന്ന മഹല്ലിലാണ് ഞാൻ താമസിക്കുന്നത്. മുഖ്യപ്രഭാഷണത്തിന് മൂപ്പരുണ്ടാവും, വെള്ളം വിതരണം ഞാനും. പിന്നെ പ്രദർശനത്തിന് വേണമെങ്കിൽ ദാരിമിനെ നമുക്ക് കൂട്ടാം. ഞങ്ങളെല്ലാവരും ഉണ്ടാവും. നിങ്ങൾ വരി. ഇത് കേസ് കൊടുത്തിട്ടൊന്നും തിരിച്ചു വാങ്ങാൻ കഴിയൂല മക്കളെ. പണ്ട് കേസ് കൊടുക്കാൻ ഞാനാണ്ടായത് നിങ്ങളോട് ബോംബെയിൽ. ഇപ്പൊ തിരിച്ച് മർക്കസിന്ന് വാങ്ങിക്കൊണ്ടുപോകും. ആ കോലത്തിലെ ഇപ്പൊ ഉള്ളത്. മർക്കസിന് ഇപ്പോ ബോംബെയിലേക്ക് വിളിക്കാറില്ല എത്രേ. ഇപ്പൊ ഈ അടുത്ത 4 ദിവസം മുമ്പ് ബോംബെയിൽ നമ്മൾ ബന്ധപ്പെട്ടു. അപ്പോ പെരിഞ്ചൂടിലാണ്. അവരെന്നെ കുറിച്ച് ചോദിച്ചപ്പോ എന്താ പറയാ, മുഹമ്മദ് സാഹിബ് നല്ല മനുഷ്യനാണ്, കാന്തപുരം അയാള് വെറും കച്ചറയാണ്. ആ ക്ലിപ്പുണ്ട്. കച്ചറ എന്ന് പറഞ്ഞാല് അത്രയും വഞ്ചകനും ചതിയനുമാണെന്ന് ജാലിയവാലയുടെ മോൻ പറയാണ് കാന്തപുരത്തെ പറ്റി. എന്നെ പറ്റിയോ നല്ല ആളാണ്. കുടിയിൽ നിങ്ങളെ ബോംബെയിൽ എന്ത് ചെയ്യും? നിങ്ങൾ അവസാനത്തിലേക്കാണ് റബ്ബ് നിങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്നത്. നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇനിയും വികൃതരാവാൻ പോവാണ്. നിങ്ങളുടെ ജീവിതം തന്നെ ഈ സമൂഹത്തിന്റെ മുന്നിൽ പിച്ചി ചീന്തിയിട്ട് ജനം നിങ്ങളെ എല്ലാ കാലത്തും സാക്ഷിയായിട്ട് നിങ്ങളെ കാണിച്ചു. എനിക്ക് ഈ അടുത്ത് ഞാനിങ്ങനെ കുറെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് കുറെ എഴുതി. ഒരു 5 അധ്യായത്തോളം ഞാനിങ്ങനെ എഴുതി. 10 അധ്യായമുള്ളൊരു പുസ്തകം എഴുതണമെന്ന് ഞാൻ ഇങ്ങനെ കരുതി. എന്നിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചു, എന്ത് നൽകും ആ പുസ്തകത്തിന് പേര്? ഞാൻ എന്തായാലും എന്റെ അനുഭവങ്ങൾ പങ്കുവെക്കണമല്ലോ, പ്രസംഗിച്ചാൽ തീരുന്ന അനുഭവങ്ങളല്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചു, കാന്തപുരം ഒരടയാളം പോലെ എന്ന് പുസ്തകം എഴുതിയ എന്താ, അങ്ങനെ പേരും കൊടുക്കാൻ തീരുമാനിച്ചു. കാന്തപുരം ഒരു അടയാളം പോലെ.
ഖുർആനിലെ ചരിത്ര സംഭവങ്ങളിലെ ഒരുപാട് അടയാളങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇനി ലോക ചരിത്രത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ ഒരു മനുഷ്യന് രംഗത്ത് വരില്ല. എന്താ കാരണം? കാലം കാണിച്ചു കൊടുക്കും. ഒരു കാലഘട്ടത്തിൽ സമസ്തക്കെതിരെ വന്ന കാന്തപുരത്തിന്റെ ദുരന്തപൂർണമായ അവസാനം, അയാളുടെ ജീവിതത്തിലെ പരാജയങ്ങളുടെ നീണ്ട നിര അത് കാലം കാണിച്ചു കൊടുക്കും. അങ്ങനെ വരുമ്പോ ജനങ്ങൾ പറയും, ഇനി സമസ്തക്കെതിരെ കളിക്കണ്ട, കളിച്ചവരൊക്കെ പഠിച്ചിട്ടുണ്ട്, ദുരന്തം അനുഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഈ മുടി കൊണ്ടുവന്ന് സൂക്ഷിക്കുന്ന ആളാണ് ഞാനെങ്കിൽ ഞാൻ ആ മുടി മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ളവരോടും വെല്ലുവിളിക്കുന്നു. രാമന്തളിന്റെ വകയായിട്ടല്ല, SKSSFന്റെ ഇസ്തിഖാമയിൽ നിന്ന് സമ്മതം വാങ്ങിയിട്ടാണ് ഞാൻ വെല്ലുവിളിക്കുന്നത്. സംവാദത്തിന് തയ്യാറുള്ളവർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മർക്കസിലുള്ള മുടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന വാദം മുന്നിൽ വെച്ചുകൊണ്ട്, അല്ല എന്ന വാദം വെച്ച് SKSSFും ആണി എന്ന വാദം വെച്ച് SSFകാരും ഒരു സംവാദത്തിനുണ്ടെങ്കിൽ തയ്യാറാവണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. കാന്തപുരത്തോട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു കഥ, കാസർകോട്ടിലെ കഥ. അയാൾ പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് ഉസ്താദെ ഒന്ന് ബോംബെയിൽ പോയി നോക്കിയാൽ എന്താ? അപ്പോ അയാൾ പറഞ്ഞു, അയാളോട് കാന്തപുരം പറഞ്ഞു, എന്തിനാ നിങ്ങളെ സമയം ഈ ആരോപണം കേട്ട് വെറുതെ കളയുന്നത്? അപ്പൊ അയാൾ ചൂടായി, ഉസ്താദെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ബോംബെയിൽ സൂക്ഷിച്ചിരിക്കുമ്പോ അത് കാണാൻ പോകുന്നത് സമയം കളയലാണോ? അത് വലിയ കഥയല്ലേ? അതൊരു വലിയ കാര്യമല്ലേ എന്ന് ചോദിക്കുന്നൊരു ചുറ്റുപാട്. അങ്ങനെ വന്നപ്പോ ആകെ കാന്തപുരം തളർന്നു. എന്താ ഇനി പറയാ? ഒറിജിനലാന്നല്ലേ മൂപ്പര് പറഞ്ഞത്, പിന്നെ വ്യാജാന്ന് പറയേണ്ടി വരും പോവാതിരിക്കാൻ വേണ്ടി. അവസാനം അവിടുന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിപ്പോന്നു. ഇങ്ങനെ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും കാന്തപുരിപ്പാകെ അവതാളത്തിലും അപകടത്തിലും ആവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട SSFകാരോട് ഞാൻ ഒരു കാര്യം മാത്രം പറയുന്നു, എല്ലാ സ്ഥലത്തും ഞാൻ പറയുന്നതാണ്, ഇവിടെയും പറയുന്നു, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടുത്തെ SSFകാർക്ക് വേണ്ടിയാണ് ഞാൻ പ്രസംഗിക്കുന്നത്, SKSFകാർക്ക് വേണ്ടിയല്ല. കാരണം നിങ്ങൾക്കറിയാം കാന്തപുരം അബദ്ധമാണെന്ന്, കാന്തപുരം കൊണ്ടുവന്നതും അബദ്ധമാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അതിന്റെ പിന്നാലെ പോകേണ്ടതില്ല. അതുകൊണ്ട് നിങ്ങൾ SKSSFകാർക്ക് അത് പരിചയപ്പെടുത്തി തരേണ്ടതുമില്ല. പക്ഷേ എന്നോടൊപ്പം നടന്ന, എന്നെ വിശ്വസിച്ചിരുന്ന, എന്നെ അംഗീകരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ SSFകാർ ഞാൻ ഈ പറയുന്നത് കേൾക്കണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ചുരുക്കുകയാണ്. എന്താ? ബോംബെയിലെ കാന്തപുരത്തിന്റെ ഷേഖാണെന്ന് സ്വപ്നജീവിയായ പകരഹസനി പറഞ്ഞ ആ ജാലിയവാലയിൽ നിന്നാണ് ഞാൻ ഈ മുടിയെക്കുറിച്ച് പഠിക്കുന്നതും അയാളടുത്ത് പോകുന്നതും. 60 ദിവസം അയാളോടൊപ്പം ഞാൻ നിന്നിട്ടുണ്ട്. അലവിദാരിമിയൊക്കെ പലപ്പോഴും പ്രസംഗത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ജാലിയവാല ഒരു വക്തും നിസ്കരിക്കാറില്ല എന്ന്. സത്യത്തിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ മനസ്സില്ല. കാരണം SKSSFന്റെ സ്റ്റേജിൽ നിന്നായാലും സത്യം പറഞ്ഞാലേ അംഗീകരിക്കാൻ പറ്റുള്ളൂ. അത് അംഗീകരിക്കാൻ കഴിയില്ല. ജാലിയവാലയെ മൂപ്പർ കണ്ടിട്ടേ ഉണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവുള്ളൂ ഇതുപോലുള്ള ക്ലിപ്പുകളിലൂടെ. പക്ഷെ 60 ദിവസം കണ്ട ഞാൻ പറയും ജാലിയവാല നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് ആരോപണമാണ്. ജീവിതത്തിൽ ഒരിക്കലും നിസ്കരിക്കാത്ത ആളാന്ന് ജാലിയവാലയെ കുറിച്ച് ജിഷാനും ഹമീദ് ഫൈസിയും പലരും പറയാറുണ്ട്. അതിന് ഞാൻ എതിരാണ്. എന്തായാലും SKSFന്റെ സ്റ്റേജിൽ വന്നിട്ട് ഇല്ലാത്തത് പറയാൻ ഞാൻ കൂട്ടുനിൽക്കൂല. ജാലിയവാലയെ 60 ദിവസം കണ്ടെന്ന് മാത്രമല്ല, കോഴിക്കോട് എയർപോർട്ടിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് കുണ്ടൂരിൽ പോയി അവിടെ സിയാറത്ത് ചെയ്തിട്ട് അവസാനം മാലിക് ദിനാർ തങ്ങളുടെ അടുത്ത് പോയി അവിടെയും സിയാറത്ത് ചെയ്തിട്ട് മംഗലാപുരത്ത് നിന്ന് എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ ബോംബെയിലേക്ക് തിരിച്ചുപോയത്. ഇങ്ങനെ 60 ദിവസം പലപ്പോഴായി ജാലിയവാലയോടൊപ്പം നടന്നപ്പോ മംഗലാപുരത്ത് എത്തുന്നതിന് മുമ്പ് ജാലിയവാല മാലിക് ദിനാർ തങ്ങളുടെ മഖ്ബറ സിയാറത്തിന് പോയിട്ട് അവിടുത്തെ അസർ നിസ്കാരത്തിൽ അദ്ദേഹം പങ്കെടുത്തത് ഞാൻ ആദ്യമായി 60 ദിവസത്തിൽ ഒരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്, മറ്റൊരു വക്തും കണ്ടിട്ടില്ലെങ്കിലും. ഇങ്ങനെ ഒരു വക്ത് മാത്രം, ഇതിനു മുമ്പ് ഒരിക്കലും അദ്ദേഹം നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ല എന്ന് പറയുന്ന വേറെയും കുറെ 100 കണക്കിന് ദിവസം പരിചയമുള്ള ഒരാളുണ്ട് തൊട്ടടുത്ത് തന്നെ. ആളുടെ പേര് ഞാനിപ്പോ വ്യക്തമാക്കുന്നില്ല, അവിടെ തന്നെ ഉണ്ട് ബോംബെയിൽ. അയാൾ പറഞ്ഞു ജീവിതത്തിൽ ഒരിക്കലും നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവിടെ ഞാൻ തിരുത്തി, കാസർകോട്ട് നിന്ന് ഒരു അസർ നിസ്കാരം കൃത്യമായി ഒന്നുപോലുമില്ലാതെ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇയാളെ കുറിച്ചാണ് നമ്മുടെ സ്വപ്ന ജീവിയായ ഹസനി പറഞ്ഞത്, പകരാഹസനി പറഞ്ഞത് എന്ത്? ഉസ്താദിന്റെ മുറബിയായ റബ്ബ് എന്ന് പറയാത്ത ഭാഗ്യം. ഉസ്താദിന്റെ മുറബിയായ ശൈഖാണ്. എല്ലാ വർഷവും എല്ലാ മാസവും ഉസ്താദ് അവിടെ ഈ മഹാനവറുകളുടെ സവിധത്തിൽ നടക്കുന്ന ഉറൂസിന് പോവാറുണ്ട്. എന്ത് ഉറൂസാ ചങ്ങായിമാരെ അവിടെ?
എന്ത് ഉറൂസ്? അയാൾക്ക് ഉറൂസ് എന്ന് പറഞ്ഞാൽ തിരിയനില്ല. അങ്ങനെ ഒരാളെടുത്തേക്ക് ഉറൂസിന് പോയി ഇത്രേ. ജീവിതത്തിൽ കാന്തപുരം ആകെ ഒരു പ്രാവശ്യം ഇയാളെ കണ്ടിട്ടുള്ളൂ. എന്ത് പച്ചക്കള്ളാണ് പറയുന്നത് നിങ്ങൾ? വെറും കളവ് മാത്രം പറഞ്ഞ് ഈ സമുദായത്തെ വഞ്ചിക്കുന്ന ഇത്തരം പേക്കോലങ്ങളാണ് ഈ സമുദായത്തിന് ആപത്ത്. എന്നിട്ട് ഈ ജാലിയവാലിന്റെ അടുത്ത് പോയിട്ട് അവസാനം ഇവരുടെ കഥകൾ ബോധ്യപ്പെട്ടപ്പോ ഞാൻ അവസാനം ചോദിച്ചു, ഇവരൊരു സനത് വായിച്ചിരുന്നു നമ്മളെ കോട്ടക്കൽ എവിടെയാണ്, കോഴിച്ചിറ നടന്നൊരു പണ്ഡിത സമ്മേളനം ഉണ്ട്. നല്ല രസമാണ്, അതിന്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം. പണ്ഡിത സമ്മേളനമാണ്. ഇന്നുണ്ടായിട്ടുണ്ട്, ശരിയാ, ഒരു പണ്ഡിത കോൺഫറൻസ്. ആരാ പണ്ഡിതൻ? വാഹിദ് ഹുസൈൻ ക്ലിപ്പ് ഉണ്ടാവും ഇവിടെ പേരോടിന്റെ. അയാളൊക്കെയാണ് പണ്ഡിതൻ. പടച്ചോനെ. പിന്നെ റിയൽ എസ്റ്റേറ്റ് മാഫിയയിലെ ഓരോ അംഗങ്ങളും പണ്ഡിതന്മാര്. ഇവരെ മുഷാവറ ഇതാ. ഞാൻ SSFകാരോട് ചോദിക്കാണ്, ഒരു പൊന്മള എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്, അബ്ദുൽ ഖാദർ മുസ്ലിയാരല്ല, വേറൊരാള്. അയാൾ എന്തിനാ കഴിഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് അയാളെ പുറത്താക്കിയത്? നിങ്ങളെ സംഘടന തന്നെ പുറത്താക്കിയതാണ്. അവർ പറഞ്ഞ കാരണം എന്താ? 3-4 ലക്ഷം രൂപ അയാൾ അമുക്കിയത്രേ. മുഷാവറ മെമ്പറേ, കഥയല്ലേ കേൾക്കുന്നത്. വേറൊരാളുണ്ട്, അങ്ങ് താനാളൂർ ഭാഗത്തൊരാളുണ്ട്. അയാളെ മുഷാവറയിലെ പ്രത്യേകത എന്താ? മൂപ്പര് സ്ഥിരമായിട്ടിപ്പോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലാണ്. ഇതൊക്കെയാണ് ഇവരുടെ ആളുകളുടെ അവസ്ഥ. പിന്നെ ആരാളുള്ളതൊന്ന് കൊല്ലം ജില്ലയിൽ ഒരു ഇസുദ്ദീൻ സക്കാഫി, അയാളെ നാട്ടിൽ പോയിട്ട് കൊല്ലത്ത് പ്രസംഗിക്കുമ്പോൾ ഞാനിത് പറഞ്ഞപ്പോ അവർ ചോദിച്ചു, പടച്ചോനെ ഞങ്ങളൊക്കെ എടുക്കുമല്ലേ? കാരണം ഇയാളെ നന്നായിട്ട് അറിയുന്ന നാട്ടുകാരാ ചോദിക്കുന്നത്, ഞങ്ങളൊക്കെ എടുക്കുമോ അതില്? അങ്ങനെയാണ് അവർ ഏപ്പിന്റെ കൂടെ കൂടാൻ തയ്യാറാണ് മുഷാവറയിൽ എടുക്കുകയാണെങ്കിൽ. ഇതാണ് മുഷാവറ. ഇവിടെ ലോക പണ്ഡിത സഭയിൽ പോലും അംഗമായ ബഹാവുദ്ദീൻ ഉസ്താദ് പോലും ഈ മുഷാവറയിലെ മെമ്പറല്ല. ഇവിടുത്തെ മൂപ്പർക്ക് പാണ്ഡിത്യമില്ലാത്തതുകൊണ്ടല്ല, മൂപ്പര് പറ്റാത്തതുകൊണ്ടല്ല, അദ്ദേഹത്തെക്കാൾ അറിവുള്ളവരും യോഗ്യരും ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അവിടെയോ അവസാനം തൃക്കരിപ്പൂർ മുഹമ്മദ് സക്കാഫി, എന്റെ സുഹൃത്ത്, എനിക്കറിയാം, മൂപ്പര മുഷാവറയിൽ എടുത്ത് എന്നെ എടുത്തുകൂടായിരുന്നോ? വഹാബ് സക്കാഫിനൊക്കെ എടുത്തൂടെ? അപ്പൊ ആ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു മുഷാവറയും ഒരു സംഘടനയും ഉണ്ടെന്ന് പറയുന്ന ഈ വിഭാഗം പണ്ഡിത സമ്മേളനം നടത്തിയപ്പോ എനിക്ക് ബോധ്യപ്പെട്ടു. അലവി ദാരിമയെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ അതിന്റെ ബാക്കിൽ ഒരു ബാനർ കാണാം, അതിലൊരു ചിത്രമുണ്ട്. എന്താ? അലിഫ് ബാഹ് താഹ് എന്നൊക്കെ അതിലുള്ളത്. പണ്ഡിത സമ്മേളനത്തിന്റെ ബാനറിൽ ഒരു ഹദീസായിരുന്നെങ്കിൽ വായിക്കാമായിരുന്നു, ഒരു ഖുർആനായത്തോ തഫ്സീറുമായിരുന്നെങ്കിൽ വായിക്കാമായിരുന്നു. വേണ്ട, കാന്തപുരത്തിന്റെ വചനമാണെങ്കിൽ പോലും അതൊരു ആശയമുള്ളതാണെന്ന് പറയാമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ. ഇത് അലിഫ് ബാഹ് താഹ് ഏത് 5000 പണ്ഡിതന്മാരിരുത്തിയിട്ട്, എന്റെ മക്കളെ നിങ്ങൾ എന്താണ് നിങ്ങളെ അവസ്ഥ? അപ്പൊ SBVയുടെ നിലവാരത്തിലാണോ നിങ്ങൾ സമസ്തയിലുള്ളത്? ഇത് ഞാൻ പറയല്ല, ആ ചിത്രങ്ങൾ തെളിയിച്ചു തരുന്ന സംഭവമാണ്. ആ സമ്മേളനത്തിൽ വെച്ച് കാന്തപുരം അവസാനം പറഞ്ഞു, തുമഅനീനത്തിന് വേണ്ടി ഞാനിതാ ഒരു സനത് വായിക്കുന്നു എന്ന് പറഞ്ഞു. മൂപ്പര് വായിച്ചു. അന്ന് എനിക്ക് തുമഅനീനത്ത് ഉണ്ടായിട്ടില്ല, ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ വ്യാജന്മാരാണെന്നുള്ള. അങ്ങനെ ആ സനത് ഞങ്ങൾ കേരളം മുഴുവൻ എടുത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ വഴിയിൽ തടഞ്ഞു നിർത്തി ആരും ചോദിക്കാത്തത് ഞങ്ങളെ ഭാഗ്യം. ഇപ്പൊ അങ്ങനെ തോന്നുന്നു. അന്ന് ചോദിച്ചു പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ചോദ്യം നമുക്കറിയില്ലല്ലോ എന്താ വരാൻ പോകുന്നത്. ഈ സനതുമായി ഞാൻ ബോംബെയിലേക്ക് വണ്ടി കയറി. എന്നിട്ട് ബോംബെയിലെ ജാലിയവാലയോട് ഞാൻ ചോദിച്ചു, ഈ സനത് നിങ്ങൾ കാന്തപുരത്തിന് കൊടുത്തിട്ടുണ്ടോ? അപ്പോ ജാലിയവാലിന്റെ കയ്യിൽ ഇങ്ങനെയുള്ള ഒരു പേപ്പറാ, അതിങ്ങനെ മടക്കിയിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചു കൊടുത്തു. ചോദിച്ചപ്പോ ജാലിയവാല അയാൾക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ വായിച്ചു കൊടുത്തപ്പോ ഇയാൾ പറഞ്ഞു, വായിക്കേണ്ട ആവശ്യമില്ല, ഞാൻ സനത് എന്ന് പറഞ്ഞ സാധനം തന്നെ കൊടുത്തിട്ടില്ല. അയാൾ അങ്ങനെ സാധനം തന്നെ കൊടുത്തിട്ടില്ല അത്രേ. പിന്നെയും പ്രശ്നമായി. പിന്നെ ഞാൻ ചോദിച്ചു, എന്തായാലും സനദിൽ രണ്ടാമത്തെ അയാളെ വാപ്പാന്റെ പേരാണല്ലോ ഉണ്ടാവേണ്ടത്, അങ്ങനെയാണല്ലോ പറഞ്ഞത്, വാപ്പയാണ് കൈമാറിയെന്ന് മൂപ്പർ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളുടെ വാപ്പാന്റെ പേര് ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി എന്നാണോ? റളിയല്ലാഹു ചെല്ലണ്ട, ബോംബെയിലുള്ള ഒരാളെ പേരത്. അപ്പോ ഇയാള് ചൂടാവാത്ത ഭാഗ്യം, നമ്മളെ വാപ്പാന്റെ പേര് തെറ്റിച്ചു വെച്ചാൽ തല്ലൂല്ലേ, മോന്തൊക്കെ ഒന്ന് കൊടുക്കൂലേ? അയാള് ചിന്തിക്കാത്തോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അയാള് പറഞ്ഞു, എന്ത് ഗുലാം അബ്ദുൽ ഖാദർ, എനിക്ക് അങ്ങനെ ഒരാളറിയില്ല, എന്റെ വാപ്പാന്റെ പേര് അങ്ങനെയല്ല. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര വർഷം മുമ്പാ മുടി കിട്ടിയത്? 40 കൊല്ലം മുമ്പ് കിട്ടിയിട്ടുണ്ട്. ഞാനതൊക്കെ നോട്ട് ചെയ്തു. സനദില്ലേ? ഇല്ല, കൊടുത്തിട്ടില്ല. ഞാൻ വേഗ സ്ഥലം വിട്ടു. എന്നിട്ട് ആരിഫ് ബർക്കാത്തി എന്ന് പറഞ്ഞ ആളെടുത്ത് പോയി. അയാളാണ് കാന്തപുരത്തിന് മുടി കൊണ്ടുകൊടുത്തത്. അയാളോട് ചോദിച്ചു, എന്താ ബർക്കാത്തി സംഭവിച്ചത്? കാന്തപുരം എപ്പോ പറയാറുണ്ട്, പേരോടിന്റെ ഒരു പ്രസംഗം ഇന്നലെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇവരൊക്കെ ക്ലിപ്പിടുന്നതാണ്, വടകര പ്രസംഗം. അതിൽ പറയുന്നുണ്ട്, ബർക്കാത്തി സയ്യിദന്മാരിലൂടെ കാന്തപുരം പറഞ്ഞിട്ടുണ്ട് എനിക്ക് കിട്ടിയതാണ് ഈ മുടിയിൽ. ഞാൻ ഇയാളോട് ചോദിച്ചു, ബർക്കാത്തിനോട്, നിങ്ങൾ സയ്യിദാണോ?
ബറക്കാത്തി സയ്യിദാണെന്ന് ചോദിച്ചപ്പോ ഇയാള് പറഞ്ഞു, ഞാൻ ബറക്കാത്തിയാണ്, പക്ഷെ സയ്യിദല്ല, അതെന്റെ കുടുംബ പേരാം. നാളെ വേണമെങ്കിൽ അറബികളിൽ നിന്ന് പണം കിട്ടാൻ വേണ്ടി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഫോട്ടോവും കാണിച്ചിട്ട് ഇയാൾ പറയില്ലേ, ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ ത്വരീഖത്തിന്റെ ഷെയ്ഖാന്ന് പറയില്ലേ? ബറക്കാത്തി എന്ന് കേൾക്കുമ്പോ അയാളെ പിടിച്ച് സയ്യിദാക്കുകയാണ്. എന്നാ പിന്നെ ഇപ്പൊ ഞാൻ എന്റെ നാട്ടിന്റെ പേര് രാമന്തലി എന്നുള്ളത് കൂടുതൽ യാമന്തലി എന്നാ പറയാറുള്ളത്. യാമന്തലി സയ്യിദന്മാരെന്ന് പറയൂ നിങ്ങൾ? പറഞ്ഞിട്ടാണ് ഗുണമുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഞാൻ ചോദിച്ചപ്പോ ഇയാൾ പറഞ്ഞു, അങ്ങനെ ഞാൻ സയ്യിദല്ല. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ജാലിയവാല പറയുന്നുണ്ട് കാന്തപുരത്തിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന സനത് ഞാൻ കൊടുത്തതല്ല എന്ന് പറയുന്നുണ്ട്, സത്യാവസ്ഥ എന്താന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, കാന്തപുരം എന്നെ ഏൽപ്പിച്ചിരുന്നു സനത് ചോദിക്കാൻ വേണ്ടി, 2 ലക്ഷവും കൊടുക്കാന്ന് പറഞ്ഞു, കിട്ടിയില്ലെങ്കിൽ 5 ലക്ഷം തരാന്ന് പറയണമെന്നും പറഞ്ഞു. ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞിട്ടും സനതൊന്നും ഇല്ല എന്നും തരികയും ചെയ്യാതിരുന്നപ്പോ കാന്തപുരത്തോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഇയാൾ തരുന്നില്ല, പൈസ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ കാന്തപുരം അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്തു. മൂപ്പര് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സമസ്തയുടേതല്ല, കുതന്ത്രങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാ. മൂപ്പര് പറഞ്ഞു, അതിന് പേടിക്കണ്ട, ബോംബെയിൽ ആരെങ്കിലും ഷഹർ മുബാറക്ക് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ സനതുണ്ടാവും, അത് വാങ്ങിയിട്ടൊന്ന് അയച്ചു തന്നാൽ മതി. അങ്ങനെ നേരെ ഇയാൾ പോയിട്ട് ഈ ജാലിയവാലയുടെ അടുത്തുനിന്ന് കിട്ടാത്തത് കൊണ്ട് ആര് പ്രക്കാത്തി ബോംബെയിൽ മുഴുവൻ തെരഞ്ഞ അവസാനം ഒരാളെ കിട്ടി. അതാണ് സയ്യിദ് ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞ ആള്. അയാളുടെ അടുത്ത് പോയിട്ട് പലതും പറഞ്ഞ് സനദിന്റെ കോപ്പി സംഘടിപ്പിച്ചു. എന്നിട്ടത് കാന്തപുരത്തിന് അയച്ചു കൊടുത്തു. കാന്തപുരം അതിന്റെ മേലെ മുഹമ്മദ് ഇക്ബാൽ ജാലിയവാല എന്നും അതിന്റെ മേലെ മൂപ്പര് ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹമ്മദ് മലബാരി എന്നുള്ള പേരും കൂടി അങ്ങോട്ട് ചേർത്തി കൊടുത്തു. എന്നിട്ട് അതൊരു സനദാക്കി ഈ സനദ് കൊണ്ടുവന്നിട്ട് ഇവിടെ വായിച്ചു. ഞാൻ അങ്ങനെ ഇയാളുടെ സനദിന്റെ കഥ പറഞ്ഞപ്പോ മെല്ലെ വളരെ തന്ത്രപൂർവമായി ഈ വഴികളൊക്കെ കണ്ടെത്തിയിട്ട് സയ്യിദ് ഗുലാം അബ്ദുൽ ഖാദറിന്റെ അടുത്ത് പോയി. അയാളോട് ചോദിച്ചു, അയാളുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് ഈ സനദ് കൊടുത്തിട്ട് ചോദിച്ചു, ഇങ്ങനെ മടക്കിയിട്ട് ഇത് ജാലിയവാലയുടെ സനദാണ്, ഈ സനദിൽ നിങ്ങളുടെ പേര് കാണുന്നു, ഇതാരുടെ സനദാണെന്ന് ചോദിച്ചപ്പോ അയാൾ ഇത് നോക്കിയിട്ട് പറഞ്ഞു, ആ സനദ് നോക്കിയിട്ട് പറഞ്ഞു, ഇത് എന്റെ സനദാ. സനദ് ഉണ്ടായില്ലേ? ഇതെന്റെ സനദാന്ന് പറഞ്ഞു. എന്നിട്ട് മൊത്തം നോക്കാൻ പറഞ്ഞു. നോക്കി ഉറപ്പുവരുത്തിയതിനു ശേഷം ഈ പേപ്പർ നേരെയാക്കി കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, ഇതാരുടെ സനദാ? അപ്പൊ ഇയാളിങ്ങനെ ഒന്നുകൂടി വായിച്ചു. ഇയാൾക്ക് പരിചയമില്ലാത്ത 2 പേര് മേലുണ്ട്. ഷെയ്ഖ്, മറ്റേ ഷെയ്ഖ് നമ്മളെ കേരളത്തിലുള്ള ഷെയ്ഖ്, രണ്ടാമത്തത് ജാലിയവാലയുടെ പേര് നോക്കിയിട്ട് ഇയാൾ പറഞ്ഞു, ഇവർ 2 പേരെയും എനിക്കറിയില്ല, ഇവരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നേരത്തെ ജാലിയവാല എന്താ പറഞ്ഞത്? എനിക്ക് ഇയാളറിയില്ല. മറ്റേ ആൾ എന്താ പറഞ്ഞത്? സനദില്ല മോനേല് സനദ്. ജാലിയവാല അറിയില്ല എന്ന് പറഞ്ഞവർ, ഇയാള് പറയുന്നത് ജാലിയവാല അറിയില്ല, ജാലിയവാല പറയുന്നു എനിക്ക് ഗുലാം അബ്ദുൽ ഖാദറിനെ അറിയില്ല. പരസ്പരം അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം അവർ തള്ളിക്കളയാണ്. കോട്ടക്കല സമ്മേളനത്തിൽ എന്താ കാന്തപുരം പറഞ്ഞത്? തുമാനീനത്തിന് വേണ്ടി ഇതാ ഞാൻ വായിക്കുന്നു എന്ന് പറഞ്ഞു. ആ സനദ് എന്നിട്ട് വായിച്ചു. ആ വായിച്ച സനദും കൊണ്ട് ആ ബോംബെയിൽ പോയിട്ട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്, ഇപ്പോഴും എന്നും നിലനിൽക്കുന്ന ആ പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക്കിന്റെ പേരിൽ നിങ്ങളുണ്ടാക്കിയ വ്യാജത്വത്തിന്റെ 1ാമത്തെ കഥയാണ് പറയുന്നത്. ആ സനദിലെ നോക്കിക്കോളൂ, മുഹമ്മദ് ഇക്ബാൽ, അതിന്റെ മേലാതാ ഷെയ്ഖ് അബൂബക്കർ, അതുപോട്ടെ, അത് ആ മുപ്പരെ പോലെ തന്നെ കളറില്ലാതെ കിടക്കുന്നുണ്ട്. താഴെ നോക്കിക്കോളൂ, മുഹമ്മദ് ഇക്ബാൽ ജാലിയവാല. 2ാമത് മുഹമ്മദ് ഇക്ബാൽ ജാലിയവാല. തൊട്ട് താഴെ നോക്കിക്കോളൂ, അസയ്യിദ് ഗുലാം അബ്ദുൽ ഖാദർ കുത്ത് ജീലാനി. ഒരു കുത്തുണ്ട് അതിനിടയിൽ, എന്തിനാന്നറിയില്ല. അപ്പൊ ഈ 3 ആളുകളെ മാത്രം വെച്ച് ഈ നാട്ടിലെ SSFകാരോട് പറയാണ്, ഈ ചുമരുകൾ പലപ്പോഴും നിങ്ങൾ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. എന്താ പോസ്റ്ററിൽ? നെഞ്ചുറപ്പുണ്ടോ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാനെന്ന്. എന്നാൽ ആ പോസ്റ്ററിനെ തവസ്സുലാക്കിയിട്ട് ഇങ്ങോട്ട് പോന്നോളൂ, എന്നിട്ട് ഇതൊന്ന് വായിച്ചു നോക്കൂ. നിങ്ങളുടെ നെഞ്ചിന് ഉറപ്പുണ്ടെങ്കിൽ ഇതൊന്ന് വായിക്കണം. എന്നിട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അടുത്ത് പോയി പറയണം, ഉസ്താദേ നിങ്ങൾ കള്ളത്തരം കാണിച്ചുവെന്ന് നിങ്ങളുടെ ശിഷ്യനായിരുന്ന രാമന്തലി എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അയാൾ ഒരു വെല്ലുവിളി നടത്തിയിരിക്കുന്നു. ഇത് തെളിയിക്കാൻ, ഇതല്ല ഈ കാന്തപുരത്തിന്റെ കയ്യിലുള്ള ഈ സനദ് ഒറിജിനലാണെന്ന് തെളിയിക്കാൻ എനിക്ക് 4ാമത്തെ പേര് വായിക്കേണ്ട ആവശ്യമില്ല.
ആദ്യത്തെ 3 പേരുകൾ മാത്രം സാക്ഷി നിർത്തിയിട്ട് ഞാൻ SSFകാരോട് ചോദിക്കുന്നു, ഈ പറഞ്ഞ ഓർഡറിൽ നിങ്ങളുടെ കയ്യിലുള്ള മുടിക്ക് ഇതാണ് സനതെന്ന് പറഞ്ഞാൽ കാന്തപുരത്തിന്റെ കാല് പിടിച്ച് സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ കാന്തപുരം വന്ന് എന്റെ കാല് പിടിക്കണ്ട, നിങ്ങൾ ആ കാന്തപുരത്തിൽ നിന്ന് വിട്ടാൽ മതി. SKSSF ആവണ്ടങ്ങൾ താനങ്ങൾ ആയിക്കോളും. ഞാനും ഇത് കണ്ടിട്ട് തന്നെ വിട്ടത്. പിന്നെ ഞാൻ ആയതാ SKSSF. ഞാൻ 3-3.5 മാസക്കാലം SKSSF ആയിട്ടില്ല. ഈ സനത് കണ്ടിട്ട് ഞാനും വിട്ടു പുറത്തു നിന്നു. ചാനലിൽ വന്നു, പലതും പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ട് അവസാനം എന്റെ മനസ്സുള്ളിൽ നിന്ന് പറഞ്ഞു, ആരാ മോനെ ഈ സനത് നിന്ന് പഠിപ്പിച്ചു തന്നത്? ആരാണ് എനിക്ക് ഇവിടേക്ക് വഴി കാണിച്ചു തന്നത്? SKSSF നടത്തിയിരുന്ന ആദർശപരമായ വിപ്ലവകരമായ ഈ മുന്നേറ്റമില്ലായിരുന്നുവെങ്കിൽ നീ സത്യത്തിന്റെ പക്ഷത്തെത്തുമോ എന്ന് എന്റെ മനസ്സെന്നോട് ചോദിച്ചു. സത്യമാണ്, SKSSF ഈ സമരമുഖത്ത് നിന്ന് പിന്നോട്ട് പോയിരുന്നെങ്കിൽ എന്നെപ്പോലെയുള്ള സാധുക്കൾ SKSSF കാണിച്ചു തരുന്ന സമസ്തയുടെ സത്യപാതയിലേക്ക് എത്തുമായിരുന്നില്ല. നിങ്ങൾ നടത്തിയ വിപ്ലവങ്ങളാണ് SKSSFന്റെ സമസ്തയുടെ പാതയിലേക്ക് എന്നെ എത്തിച്ചത്. ഈ സനദിൽ ഞാനിതാ കാന്തപുരത്തിന്റെ ആളുകളോട് ചോദിക്കാണ്, ഈ സനദിൽ കാണുന്ന ഇപ്പോൾ നോക്കിക്കോളൂ നിങ്ങൾ, ഈ ജാലിയവാല, 2ാമത്തെ പേരുള്ള ജാലിയവാല എന്നോടെന്താ പറഞ്ഞത്? 40 കൊല്ലം മുമ്പ് എനിക്ക് മുടി കിട്ടിയെന്നാ പറഞ്ഞത്, അയാളുടെ പിതാവെന്ന് കിട്ടിയെന്നാ പറഞ്ഞത്. എങ്കിൽ ഈ 2ാമത്തെ പേർ അയാളുടെ പിതാവിന്റെതല്ലെന്ന് മാത്രമല്ല, ജാലിയവാല 2ാമത്തെ 3ാമത്തെ പേരിലുള്ള ഈ സയ്യിദ് ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിക്ക് 1ാമത്തെ ആൾ അറിയില്ല, അഥവാ ജാലിയവാലെ അറിയില്ല, 2ാമത്തെ ആൾ അറിയില്ല, 3ാമത്തെ ആൾക്ക് 2ാമത്തെ ആളെയും 2ാമത്തെ ആൾക്ക് 3ാമത്തെ ആളെയും അറിയില്ല. ഇവരെ ആരെയും ഈ സനത് കയ്യിൽ വരുന്ന കാലത്ത് കാന്തപുരത്തിനും അറിയില്ല. ഇതാ ഇതിന്റെ ഒറിജിനൽ. എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ ഈ പരമ്പര അവിടെ തന്നെ മുറിയുന്നുവെങ്കിൽ ഇതല്ല പിന്നെ വേറൊരു സനതുണ്ടെങ്കിൽ അത് വായിക്കൂ നിങ്ങൾ. എന്നാ പിന്നെ ഈ സനത് എന്തിനുള്ളതാ? ഇതെന്തിനാ നിങ്ങൾ കോട്ടക്കൽ നിന്ന് വായിപ്പിച്ചത്? എന്തിനാ വായിച്ചത്? 40 കൊല്ലം മുമ്പ് എന്റെ പിതാവിൽ നിന്ന് മുടി കിട്ടിയെന്ന് പറഞ്ഞ ജാലിയവാലയ്ക്ക് 40 കൊല്ലം മുമ്പ് മുടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സനദനുസരിച്ച് ഈ മുടി ആരാ കൊടുത്തത്? ജാലിയവാലക്ക് കണക്കനുസരിച്ച് സയ്യിദ് ഗുലാം അബ്ദുൽ ഖാദറാ കൊടുത്തത്. എന്നാൽ 40 കൊല്ലം മുമ്പ് ജാലിയവാലക്ക് മുടി കൊടുത്ത ആൾക്ക് ഇന്നെത്ര വയസ്സ്? 27. ഇന്നത്ര വയസ്സ് 27. ഈ ഗുലാം അബ്ദുൽ ഖാദറിനെ നേരിൽ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. എന്നെ പോലുള്ള ഒരു വയസ്സനൊന്നല്ല അയാള്, ചെറുപ്പക്കാരൻ തന്നെയാണ്. അല്ലെങ്കിൽ കാന്തപുരത്തെ പോലെയുള്ള യുവാവുമല്ല, ചെറുപ്പക്കാരൻ തന്നെയാണ്. എന്താ തമാശയല്ല. കാന്തപുരത്തോട് ഇതേ മാതൃഭൂമിയിൽ ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? പ്രായത്തെ പറ്റി എന്തോന്ന് പറഞ്ഞു വന്നപ്പോ മൂപ്പര് പറഞ്ഞു, പ്രായത്തിലല്ല പ്രധാനം, മനസ്സിലാണ്. ശരി തന്നെയാണ്, നമുക്കറിയാം, നമ്മൾ വിശദീകരിക്കുന്നില്ല എന്നുള്ളൂ. ഏതായാലും ഇങ്ങനെ പറയുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോട് ചോദിക്കുകയാണ്, 40 കൊല്ലം മുമ്പ് മുടി കൊടുത്തു എന്ന് പറയുന്ന ഈ ജാലിയവാല, 40 കൊല്ലം മുമ്പ് എനിക്ക് മുടി തന്നത് എനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്ന ജാലിയവാലക്ക് ഈ സനദനുസരിച്ച് നമ്മൾ പരീക്ഷണം നടത്തിയാൽ, നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ജാലിയവാലക്ക് ഈ സനദനുസരിച്ച് മുടി കൊടുത്തു എന്ന് പറയുന്ന ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിക്ക് ഇപ്പൊ 27 വയസ്സാ. അപ്പൊ എവിടുന്നായിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടാവുക? ആലമൽ അർവാഹെന്നായിരിക്കൂലേ? ദുന്യാവെന്നാവാൻ സാധ്യതയുണ്ടോ? ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. ഒരു 8 വയസ്സുള്ള കുട്ടി പറയാണ്, 18 കൊല്ലം മുമ്പ് ഞാൻ രാമന്തളിക്ക് ഇന്ന സാധനം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അയാളെ കൊണ്ടുപോകേണ്ടത് കോഴിക്കോടിന് അടുത്തുള്ള സ്ഥലത്തേക്കാണ്, അല്ലെങ്കിൽ പിന്നെ അയാളൊന്ന് പരിശോധിക്കണം. ഇത് രണ്ടും ആരെ നടത്തണമെന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഞാൻ പരിശോധിക്കുന്നില്ല, SSFകാരാണ് ചെയ്യേണ്ടത്. ഇത് ഹബീബിന്റെ പേരിൽ കാന്തപുരം നടത്തിയ വൃത്തിവെട്ട കച്ചവടത്തിന്റെ ഒരു രൂപമാണ് നിങ്ങളുടെ മുന്നിൽ കാണിച്ചത്. ഒരുപാട് പറയാനുണ്ട്, ഞാൻ ചുരുക്കി. ഒരുപാട് പറയാൻ ഇനിയും വേദികൾ വരും. SSFകാരോട് ചോദിക്കുന്നത്, മറുപടിക്കൊരു സമ്മേളനം നടത്തുകയല്ല നിങ്ങൾ വേണ്ടത്. നടത്തിയാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, ബാക്കിയും കൂടി കേൾക്കും. ഒരുപാട് പറയാനുണ്ട്. ഇതാ ഈ ഒരു സാധനം ഞാൻ തൊട്ടിട്ടില്ല, ഇവിടെ വെച്ചിട്ടുള്ളൂ, അതൊന്നും ഞാൻ തൊടുന്നുമില്ല. പക്ഷേ മറുപടി പറയാൻ വരുന്നവരുണ്ടെങ്കിൽ ഞങ്ങളെ ഉസ്താദ് കാശ്മീരിൽ പോയി, അമേരിക്കയിൽ പോയി എന്ന് പറയണ്ട. പകരം ഈ ചോദിച്ച ചോദ്യം ജീവൽ പ്രധാനമായ ചോദ്യമാണ്. വിശ്വാസിക്ക് ജീവൽ പ്രധാനമാണിത്. അവൻ വിശ്വസിക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള കച്ചവടത്തിന്റെ കഥയാണ് ഇതിൽ അനാവരണം ചെയ്യപ്പെടുന്നത്. ഇതിന് മറുപടി പറയാൻ നിങ്ങൾ നിർബന്ധമുണ്ട്. ചിലപ്പോൾ SSFകാർ പറയും,
അങ്ങനെയാണ് പറയാറുള്ളത്. ഞങ്ങൾ ഉസ്താദ് എന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്താ എന്നാണ് ചോദിക്കാറുള്ളത്. പക്ഷേ നിങ്ങൾ ഉസ്താദ് എന്ത് ചെയ്താലും എന്താ എന്ന് ചോദിക്കുന്ന നിങ്ങളോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നാളെ മഹ്ശറിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലെത്തുമ്പോ ഹബീബ് ചോദിക്കും, മോനെ ബോംബെയിൽ പോയി ജാലിയൻവാലയിൽ നിന്ന് പഠനം നടത്തിയിട്ട് രേഖകൾ കൊണ്ടുവന്ന് മൂർഖനാട് നിങ്ങളുടെ നാട്ടിൽ വെച്ച് പരസ്യമായി രാമന്തളി എന്നൊരു ചെറുപ്പക്കാരൻ ആ സത്യം മനസ്സാക്ഷി കുത്തുകൊണ്ട് വിളിച്ചു പറഞ്ഞപ്പോ അത് നീ കേട്ടിട്ടില്ലേ? ബധിരകർണങ്ങളും നിങ്ങളുടെ ചെവിയും കാതും കണ്ണുമെല്ലാം നിങ്ങൾ അടച്ചു വെച്ചതാണോ എന്ന് ചോദിക്കുമ്പോ ഹബീബിന്റെ മുന്നിൽ ഉത്തരം പറയാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുമെന്ന ഓർമ്മ നിങ്ങൾക്ക് വേണം. നിങ്ങളും പഠിക്കുക, ഈ അന്വേഷണത്തിൽ നിങ്ങളും പങ്കാളികളാവുക. എന്നിട്ട് ഇതേ ചോദ്യം പേരോടിനോട് നിങ്ങൾ പോയി ചോദിക്കൂ. മറുപടി പറയേണ്ട എന്ന് അദ്ദേഹം പറയുമെങ്കിലും വായിച്ച സനദിനെ കുറിച്ചാണ് പറയേണ്ടത്. സനദ് വേണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. നിങ്ങളുടെ നേതാവ് കാന്തപുരം വായിച്ച സനദുണ്ടല്ലോ ഇവിടെ, ഈ സനദാണ് ഇപ്പോൾ ചർച്ച. ഞങ്ങൾ ഈ സനദ് വാദത്തിന് നിങ്ങളിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു. സനദ് സ്വീകരിച്ചു എന്നല്ല, നിങ്ങളിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു. ഇത് സ്വീകരിച്ചിട്ട് ഞങ്ങൾ ഇതിന്റെ ന്യൂനതയാണ് ആദ്യമായി എണ്ണി പറഞ്ഞത്. ഈ ന്യൂനതയ്ക്ക് മറുപടി പറയാനും ഇതിന് മനസ്സാക്ഷിക്ക് ഉത്തരം കിട്ടും വിധം മറുപടി ഉണ്ടാക്കാനും SSFകാരന് കഴിഞ്ഞാൽ നിന്റെ ആഖിറം രക്ഷപ്പെട്ടു. ഇല്ല, കാന്തപുരം പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഇത് സത്യമാണെന്ന് കരുതിയിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം നിൽക്കുന്ന SSFന്റെ കൂട്ടുകാരായ നാട്ടിലെ പ്രവർത്തകരെ ഭയപ്പെട്ടുകൊണ്ട് അവരുടെ മുഖം കറുക്കുമെന്ന ഭയം കൊണ്ട് നിങ്ങൾ ഒരുപക്ഷേ കാന്തപുരത്തിന്റെ ഈ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുമായിരിക്കും. പ്രിയപ്പെട്ട സുഹൃത്തെ പറയട്ടെ, നിങ്ങളൊരു പ്രദേശത്തെ പ്രവർത്തകരായ ആളുകളുടെ കറുത്ത മുഖത്തെ ആയിരിക്കാം ഭയപ്പെട്ടത്. എന്നാൽ കേരളത്തിലും പുറത്തുമുള്ള ആയിരങ്ങളായ SSFകാർ എന്റെ സുഹൃത്തുക്കളായിരുന്നു, ഏറ്റവും അടുത്തവരായിരുന്നു. അവരുടെ മുഖം കറുക്കുന്നത് ഞാൻ നോക്കിയിട്ടില്ല. അവരുടെ മുഖം കറുക്കുമെന്ന് എനിക്കറിയാമായിരുന്നു, ഞാൻ നോക്കിയിട്ടില്ല. കാരണം എന്താ? എന്റെ മനസ്സാക്ഷിയോട് എനിക്കിനി മറുപടി പറയാനില്ലായിരുന്നു. എനിക്ക് ബോധ്യപ്പെട്ടു സത്യങ്ങൾ. ഞാനത് കാരണം എന്റെ കൂടെയുള്ളവർ എന്നെ വെറുക്കുമെന്നോ അവരുടെ മുഖം കറുക്കുമെന്നോ അവർ എന്നെക്കുറിച്ച് വേണ്ടാത്തരങ്ങൾ പറയുമെന്നോ അവർ എന്നെ ആക്രമിക്കുമെന്നോ ഭയപ്പെട്ട് ഞാൻ പറയാതിരുന്നാൽ ഹബീബിന്റെ തിരുമുന്നിലെത്തുമ്പോ പ്രകാശിക്കുന്ന പൂമുഖം കാണാൻ എനിക്ക് കഴിയില്ലല്ലോ എന്നാ ഞാൻ ചിന്തിച്ചത്. നിങ്ങളെപ്പോലെയുള്ള ആയിരങ്ങളെന്നെ വെറുത്താലും, സാക്ഷാൽ കാന്തപുരം വെറുത്താലും, സാക്ഷാൽ പേരോട് വെറുത്താലും, സാക്ഷാൽ പൊന്മള വെറുത്താലും, സാക്ഷാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏത് സുലൈമാ മുസ്ലിയാർ വെറുത്താലും, ഈ ആളാലും ആളായാലും ഏത് സുലൈമാ മുസ്ലിയാർ വെറുത്താലും, അവരൊക്കെ വെറുത്താലും എനിക്ക് എന്റെ ഹബീബിന്റെ പുഞ്ചിരിയാണ് എനിക്ക് ആവശ്യം. ഹബീബ് പുഞ്ചിരിക്കണമെങ്കിൽ നിങ്ങൾ വെറുക്കണമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഹബീബിന്റെ പേരിൽ 2.5 മീറ്റർ നീളമുള്ള മുടി ബോംബെയിലെ ജാലിയൻവാലയുടെ മുന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഇതാരും പറഞ്ഞതല്ല, ഹമീദ് ഫൈസി പറഞ്ഞതല്ല. 2.5 മീറ്റർ മുടി ഹബീബ് ചോദിക്കുന്നതാണ്. 2.5 മീറ്റർ എന്നെ വികൃതമാക്കാൻ പറ്റും വിധം മുടികളുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ ആളുകൾ അബുദാബിയിൽ നിന്നും ബോംബെയിൽ നിന്നും വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്തുകൊണ്ടാ മോനെ നീ അതിനെതിരെ വരാതിരുന്നത്? എനിക്കെതിരെ വന്നപ്പോ നീ എന്താ പറഞ്ഞത്? കാന്തപുരം പറഞ്ഞാൽ എല്ലാമായി എന്നാണോ പറഞ്ഞത്? ഈ തെളിവുകളിൽ ബോംബെയിലേക്കെങ്കിലും ഒന്ന് പൊയ്ക്കൂടായിരുന്നു എന്ന് ഹബീബ് ചോദിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട SSFകാരാ, നിനക്ക് ഹജ്ജും ഉംറയും നിർബന്ധമാകും മുമ്പ് ബോംബെയാണ് നിന്റെ യാത്രയിൽ നിർബന്ധം. നിന്റെ അജ്മീറിലേക്ക് നീ സിയാറത്ത് ചെയ്യുന്നതിന് മുമ്പ്, നീ ഏർവാടിയിലേക്ക് സിയാറത്ത് ചെയ്യുന്നതിന് മുമ്പ് നിനക്ക് ഫർളാണ് ജാലിയൻവാലയുടെ അടുത്ത് പോയി സിയാറത്ത് ചെയ്യൽ. അത് ഹബീബിന്റെ തിരുമുടിയായതിന്റെ പേരിലല്ല. നിന്റെ സമ്പത്തിൽ വിലപ്പെട്ടതെല്ലാം ചെലവഴിച്ച് ഇത്തരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഹബീബിന്റെ തിരുമുടിയാണെന്ന് നീ കളവ് പറയുന്ന ഒരു നേതാവിന്റെ പിന്നിൽ ഉള്ളതുകൊണ്ട് തന്നെ അത് കളവാണെന്ന് രേഖകൾ വെച്ച് കേരള സമൂഹത്തിന്റെ മുന്നിൽ SKSSFും സമസ്തയും കാണിച്ചപ്പോ ഇത് സത്യമാണോ എന്ന് അന്വേഷിച്ച് ബോംബെയിൽ പോയി ജാലിയൻവാലയോട് സംസാരിക്കാൻ എന്റെ മൂർഖനാട്ട പ്രിയപ്പെട്ട SSFകാരാ, നിനക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കാൻ നീ മുന്നോട്ട് വരുന്നുവെങ്കിൽ ഇവിടുത്തെ SKSSFന്റെ പ്രവർത്തകരോട് ബന്ധപ്പെടൂ. ബോംബെയിലേക്കുള്ള അഡ്രസ് ഞാൻ പറഞ്ഞു തരാം, നമ്പർ ഞാൻ തരാം. ബോംബെയിലൊന്ന് പോയി പരിശോധിക്കൂ. എന്നിട്ട് വന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് മറുപടി പറയൂ. നിങ്ങൾ ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ഹബീബിന്റെ തിരുഹദ്റത്തിൽ പോയി അവിടത്തോട് കരഞ്ഞ് പറയുന്നതിന് മുമ്പ് കരയാൻ കാരണം തരാണ് ബോംബെയിൽ പോയിട്ട് എന്നാണ് എന്റെ പ്രിയപ്പെട്ട SSFകാരോട് പറയാനുള്ളത്. ഇത് സംഘടനാ വിരോധമല്ല,
ഇത് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദർശവും വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ചതിയുടെ കഥയാണ് ഞാനിവിടെ അനാവരണം ചെയ്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ട SSF-കാരാ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സും ശരീരവും ഹീറ്റായിട്ടുണ്ടെന്ന് എനിക്കറിയാം. പ്രക്ഷുബ്ധതകൾ നിങ്ങളെ പിടികൂടിയിട്ടുണ്ടെന്നറിയാം. ഒരു കാലഘട്ടത്തിൽ SKSSF-ന്റെ വേദിയിൽ നിന്ന് പ്രഭാഷണം കേൾക്കുമ്പോൾ എനിക്കും അങ്ങനെയുണ്ടായിരുന്നു. പക്ഷേ വിവേകത്തോടെ വികാരത്തെ നിയന്ത്രിച്ചുകൊണ്ട് ചിന്തകളുമായി ഇറങ്ങിയപ്പോ, പുനർവിചിന്തനത്തിനിറങ്ങിയപ്പോ, അന്വേഷണങ്ങളുമായി ഇറങ്ങിയപ്പോ ഞാനും സത്യം കണ്ടെത്തി. നിങ്ങൾക്കും കണ്ടെത്താം. അല്ലാഹു അതിന് തൗഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.